സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 1 and 2 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ് അല്ലെ. ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. സോ അതിൽ നമ്മൾ പ്രധാനമായിട്ടും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി സയൻസ്, ഫസ്റ്റ് എയ്ഡ്, ദെൻ PPs, ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ദെൻ ഹൗസ് കീപ്പിംഗ്, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 5S കോൺസെപ്റ്റ്സ്, ദെൻ വേസ്റ്റേജ് ഡിസ്പോസൽസ്, ദെൻ ലാസ്റ്റ് വന്നിട്ട് ഇത്തരത്തിൽ എക്യുപ്മെന്റ്സ്, ഇത്തരത്തിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ്, ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ ടു വർക്ക്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതിൽ നിന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. Safety in a workshop can be broadly classified into dash. Option പറയുന്നത് 2 categories, option B 3 categories, option C 5 categories, option D 8 categories. അപ്പൊ എത്ര കാറ്റഗറി ആയിട്ടായിരിക്കും നമ്മൾ സേഫ്റ്റി, വർക്ക്ഷോപ്പ് സേഫ്റ്റി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? എത്ര കാറ്റഗറി ആയിട്ടാണ് ഒന്ന് പറഞ്ഞേ ഉത്തരം. ഓക്കെ, എത്ര കാറ്റഗറി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക? ഓക്കെ, ഫൈൻ. യെസ്, അപ്പോൾ റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് 3 കാറ്റഗറികളായിട്ടായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. യെസ്, റൈറ്റ് ആൻസർ 3 കാറ്റഗറി തന്നെയാണ്. പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പോൾ സേഫ്റ്റി ഇൻ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് ജനറൽ സേഫ്റ്റി വരുന്നുണ്ട്, പേഴ്സണൽ സേഫ്റ്റി വരുന്നുണ്ട്, മെഷീൻ സേഫ്റ്റി വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സേഫ്റ്റി, വർക്ക്ഷോപ്പ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറിയാണ്. ജനറൽ സേഫ്റ്റി ഉണ്ട്, പേഴ്സണൽ സേഫ്റ്റി ഉണ്ട്, മെഷീൻ സേഫ്റ്റി ഉണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു പേഴ്സണൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളൊരു വർക്കർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് റൈറ്റും റോങ്ങും ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇന്ന് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ് നെവർ ലീൻ ഓൺ ദ മെഷീൻ ക്ലാസിഫൈഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സേഫ്റ്റി? മെഷീൻ സേഫ്റ്റി ഉണ്ട്, ജനറൽ സേഫ്റ്റി ഉണ്ട്, റോഡ് സേഫ്റ്റി ഉണ്ട്, പേഴ്സണൽ സേഫ്റ്റി ഉണ്ട്. ഏതായിരിക്കും ഉത്തരം വരിക? ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? യെസ്, അപ്പൊ ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് പേഴ്സണൽ സേഫ്റ്റി ആണ് അല്ലെ. പേഴ്സണൽ സേഫ്റ്റി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നെവർ ലീൻ, അതായത് മെഷീന്റെ മുകളിലേക്ക് നമ്മൾ കൂടുതൽ ചാഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ചെരിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ കുഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നെവർ ലീൻ ഓൺ ദ മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അത്തരത്തിൽ ആ മെഷീന്റെ മുകളിലേക്ക് കൂടുതൽ എഫേർട്ട് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ പേഴ്സണൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വേറെ 1 പീസ് ഓഫ് ഓവറോൾ ബോയിലർ സ്യൂട്ട്സ് നമ്മൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഏപ്രോൺസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോ ഇവിടെ നോക്കി, ഇവിടെ ആ ഒരു ടേം വരുന്നുണ്ട്, ദാറ്റ് ഈസ് നെവർ ലീൻ ഓൺ ദ മെഷീൻ എന്നുള്ള എടുത്ത് പറയുന്നുണ്ട്. സോ ആ ഒരു സെന്റൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഹെയർ ഒക്കെ കട്ട് ഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിങ് വാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ആക്സിഡന്റ് ഈസ് എ ഡാഷ് ഇവന്റ്. ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡാഷ് ഇവന്റ് എന്നാണ് ചോദിക്കുന്നത്. പ്ലാൻഡ്, അൺഡിസൈഡ്, എക്സ്പെക്ടഡ്, ഇന്റൻഷണൽ. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ഇവന്റ് ആണോ, അൺഡിസൈഡ് ആണോ, എക്സ്പെക്ടഡ് ആണോ, ഇന്റൻഷണൽ ആണോ വരിക? ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, അനീഷ്. യെസ്, ഓക്കെ, ഐശ്വര്യ.
ഓക്കെ, റൈറ്റ് ആൻസർ ആണ് അൺഡിസൈറബിൾ അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. സംശയമൊന്നും വേണ്ട. അൺഡിസൈറബിൾ ആയിട്ടും അല്ലെങ്കിൽ അതായത് നമുക്ക് ആഗ്രഹിക്കാത്ത അല്ല അൺഡിസൈറബിൾ നമുക്ക് യാതൊരു വിധത്തിലും ആഗ്രഹിക്കാത്ത ഒരു സാധനമാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടല്ലേ, നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടല്ലോ അത് ഒരിക്കലും സംഭവിക്കുന്നുണ്ടോ, ആക്സിഡന്റലി സംഭവിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ അൺഡിസൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അൺപ്ലാൻഡ് ആയിട്ടുള്ള, സഡൻ ആയിട്ട് സംഭവിക്കുന്ന, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ബേസിക്കലി എന്ത്, നമ്മളുടെ ആക്സിഡന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മെഷീൻ സേഫ്റ്റി. അപ്പൊ മെഷീൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓക്കെ, മെഷീൻ സേഫ്റ്റി. അപ്പൊ ശ്രദ്ധിക്കുക, മെഷീൻ സേഫ്റ്റി ഉണ്ട്, ജനറൽ സേഫ്റ്റി ഉണ്ട്, പേഴ്സണൽ സേഫ്റ്റി ഉണ്ട്. അപ്പോൾ മെഷീൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ നോക്കി, ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ്. സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ്. സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മെഷീൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? യെസ് ഓർ നോ? വൈ അല്ലെങ്കിൽ എന്ന് കൊടുത്താൽ മതി. അത് കറക്റ്റ് ആണ് അല്ലെ, ഇത്തരത്തിൽ കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഡിസെൻഗേജ് ദ ഓട്ടോമാറ്റിക് ഫീഡ് ബിഫോർ സ്വിച്ചിങ് ഓഫ്. അതായത് സ്വിച്ചിങ് ഓഫ് അല്ലെങ്കിൽ മെഷീൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഓട്ടോമാറ്റിക് ഫീഡിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസെൻഗേജ് ചെയ്ത് മാനുവൽ ഫീഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? യെസ് ഓർ നോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? യെസ്, അതും കറക്റ്റ് തന്നെയാണ് അല്ലെ, ഇത്തരത്തിൽ അതും കറക്റ്റ് തന്നെയാണ്. അതായത് നമുക്കറിയാം പിന്നീട് വേറൊരു ഓപ്പറേറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെ, വേറൊരു ഓപ്പറേറ്റർ അവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആള് വന്നിട്ട് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഫീഡിലേക്ക് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും നമ്മളുടെ ഷിഫ്റ്റ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷീൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷീൻ ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും അത് തിരിച്ചു അത് മാനുവൽ ഫീഡിലേക്ക് ഇട്ടുകൊണ്ട് വേണം അത് സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ടേക്ക് മെഷർമെന്റ് ഓൺലി ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ദ മെഷീൻ. നമ്മളിപ്പോ വർക്ക് പീസിന്റെ ഒക്കെ മെഷർമെന്റ് എടുക്കുന്നുണ്ടാവുക. എല്ലായ്പ്പോഴും മെഷീൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വേണം എന്നുള്ളതാണ്. അതും റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, യൂസ് വുഡൻ പ്ലാങ്ക്സ്, അതായത് പലക അല്ലെ, വുഡൻ പ്ലാങ്ക്സ് ഓവർ ദ ബെഡ് വൈൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഹെവി ജോബ്സ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ സാധാരണ ഹെവി ജോബുകൾ അല്ലെങ്കിൽ നമ്മൾ ചക്കൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ലെയ്ത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബെഡിന്റെ മുകളിലായിട്ട് ഇത്തരത്തിൽ വുഡൻ അല്ലെ, നമ്മൾ തടി കൊണ്ടുള്ള പലക നമ്മൾ പറയാറില്ലേ, അത് പ്ലാങ്ക്സുകൾ, വുഡൻ പ്ലാങ്ക്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, പുറത്ത് മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ആ ഒരു ഹെവി ആയിട്ടുള്ള വർക്കുകളോ അല്ലെങ്കിൽ ചക്കൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണ്. ഇത്തരത്തിൽ 4 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. നമുക്ക് ഓപ്ഷൻ ഡി, യെസ് റൈറ്റ് ആൻസർ അനീഷ, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അല്ലെ, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നിലവിലുള്ള എക്സാമിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള പാറ്റേൺ നമുക്കറിയാം അല്ലെ. അപ്പൊ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ചോദ്യം, ഹൗ ടു മേക്ക് യൂസ് ഓഫ് മെറ്റൽ ചിപ്സ്. ഈ മെറ്റൽ ചിപ്പുകൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും? മെറ്റൽ ചിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാം, ഇത്തരത്തിൽ മെഷീനിങ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്ക്രാപ്പുകളാണ് അല്ലെ. സോ അത് ബേണിംഗ്, ഓപ്ഷൻ ബി ലാൻഡ് ഫില്ല്, ഓപ്ഷൻ സി റീസൈക്ലിംഗ്, ഓപ്ഷൻ ഡി കമ്പോസ്റ്റിംഗ്. ഓക്കെ, മെറ്റൽ ചിപ്പുകൾ, യെസ് റൈറ്റ് ആൻസർ ആണ് ഐശ്വര്യ, അതുപോലെ അനീഷ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, ദാറ്റ് ഈസ് റീസൈക്ലിംഗ് തന്നെയാണ്. ഓക്കെ, റീസൈക്ലിംഗ്. സോ ഇത്തരത്തിൽ മെറ്റൽ ചിപ്പുകൾ റീസൈക്ലിങ്ങിലൂടെ, അതായത് നമ്മൾ ഫർണസിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അത് ഇൻഗോട്ട് അല്ലെങ്കിൽ ബില്ലറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കാസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് റീസൈക്കിൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റ് മെത്തേഡുകളെല്ലാം ഇത്തരത്തിലുള്ള ഡിസ്പോസൽ മെത്തേഡാണ്, ബേണിംഗ്, ലാൻഡ് ഫില്ല്, കമ്പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ മെറ്റൽ ചിപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ സെക്കൻഡ് ഡിഗ്രി ബേൺ?
വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ സെക്കൻഡ് ഡിഗ്രി ബേൺ? അപ്പോൾ ഇത്തരത്തിൽ ബേൺ, അതായത് നമ്മൾ പൊള്ളൽ എന്നൊക്കെ പറയാറില്ലേ, തീ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന പൊള്ളൽ. അപ്പോൾ അത്തരത്തിൽ സെക്കൻഡ് ഡിഗ്രി ബേണിനകത്ത് ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, തേർഡ് ഡിഗ്രി ഉണ്ട്, അങ്ങനെ എന്താണ് സെക്കൻഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സാധാരണ ഫസ്റ്റ് എയ്ഡിൽ ചെയ്യാറ്? ഓപ്ഷനെ കൊടുത്തിരിക്കുന്ന അപ്ലൈ ക്രീം, ഓപ്ഷൻ ബി ബൈൻഡ് ബാൻഡേജ്, ഓപ്ഷൻ സി ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ, ഓപ്ഷൻ ഡി കവേർഡ് വിത്ത് എ ഡാംഡ് ക്ലോത്ത്. യെസ്, ഓക്കെ. അപ്പൊ എന്തായിരിക്കും ഉത്തരം വരിക? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി തന്നെയാണ്, ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ. അല്ലെ, ഇത്തരത്തിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്, ചെയ്യാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് അത് ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ, അത് ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇത്തരത്തിൽ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ബേൺ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് അവിടെ അപ്ലൈ ക്രീം ഒന്നും അല്ല, അല്ലെങ്കിൽ ബാൻഡേജ് കൊണ്ട് ബൈൻഡ് ചെയ്യാറില്ല, നനഞ്ഞ തുണി കൊണ്ട് അവിടെ കവർ ചെയ്യാറില്ല. അവിടെ എന്താണ്, വെറുതെ കൂൾ വാട്ടർ നമ്മൾ ഫ്ലഷ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ തേർഡ് ഡിഗ്രി ബേൺ? തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ്? അപ്ലൈ ക്രീം, ബൈൻഡ് ബാൻഡേജ്, ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ, കവർ വിത്ത് ഡാം ക്ലോത്ത്. എന്തായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഈസ് കവർ വിത്ത് ഡാം ക്ലോത്ത്. അത്തരത്തിൽ ഡാംഡ് ക്ലോത്തിന്റെ സഹായത്തോടു കൂടി കവർ ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ബേൺ സംഭവിച്ചാൽ, ഒരു പൊള്ളൽ സംഭവിച്ചാൽ എന്താണ്, എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺ, അല്ലെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്താണ്, ഒന്നെങ്കിൽ ഇമേഴ്സിങ്, അല്ലെ, ഒന്ന് കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പൊള്ളലുള്ള ഭാഗം മുക്കി അല്ലെങ്കിൽ മുക്കി വെക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്ത് തണുത്ത വെള്ളം കൊണ്ട് കഴുകുക അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുക. അതുപോലെ തന്നെ ക്രീം ഒന്നും അല്ലെങ്കിൽ ബട്ടർ, അതേ ഓയിൻമെന്റ്, മറ്റത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കരുത് എന്നുള്ളത് ഓർത്തിരിക്കാം. തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഡിഗ്രി ബേൺ ഷുഡ് ബി കവേർഡ് വിത്ത് ഡാം ക്ലോത്ത്. ഇത്തരത്തിൽ തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെ, തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി കവേർഡ് വിത്ത് ഡാം ക്ലോത്ത്. അതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത് ഇപ്പൊ നിലവില്. സോ റിമൂവ് ക്ലോത്തിങ് ആൻഡ് ജ്വല്ലറി ഫ്രം ദ ബേൺ, ബട്ട് ഡു നോട്ട് ട്രൈ ടു റിമൂവ് ദാറ്റ് ഈസ് കാർഡ് ക്ലോത്തിങ് ദാറ്റ് ഈസ് സ്ട്രക്ക് ഓൺ ദ ബേൺ. ഇത്തരത്തിൽ ആ ഒരു ബേണിലേക്ക് ഇരിക്കുന്ന ക്ലോത്തിന്റെ ഒക്കെ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ എന്താണ്, അത് ഡു നോട്ട് ട്രൈ ടു റിമൂവ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കിയുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഫാക്ടറി ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. ഫാക്ടറി ആക്ട് ഏത് വർഷമാണ് ഫാക്ടറി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ? 1957, സോറി 56, 1948, 1947, 1960. Factory Act was introduced. Yes, ഫാക്ടറി ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ തെറ്റായാലും കുഴപ്പമില്ല, എല്ലാവരും പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം പറയുക, അത് കറക്റ്റ് ആയിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഡസന്റ് മാറ്റർ. ഇവിടെ പ്രശ്നമില്ല. ഓക്കെ, റൈറ്റ് ആൻസർ ബി തന്നെയാണ്, 1948 തന്നെയാണ്. 1948 തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. റൈറ്റ് ആൻസർ ആണ് 1948. അപ്പൊ അതങ്ങ് ഉറപ്പിച്ചോ, 1948 തന്നെയാണ്. സോ ഫാക്ടറി ആക്ട് 1948 ഫാക്ടറി ആക്ട്, അല്ലെ. അപ്പൊ അത്തരത്തിൽ ആണ് ഈ പറയുന്ന എന്താണ് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഫാക്ടറി ആക്ടുകൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ ഫാക്ടറി ആക്ട് നിലവിൽ വന്നത് ആക്ട് 1948 ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാക്ടറി ആക്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു വർക്കേഴ്സിന്റെ ഹെൽത്ത്, സേഫ്റ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി, അങ്ങനെയുള്ള വർക്കേഴ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടറി ആക്ട് 1948 വന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. If the heart is beating and a pulse is felt, അല്ലെ, നമുക്ക് ഹേർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, കയ്യിൽ പൾസും കിട്ടുന്നുണ്ട്, continue to give inflations at a rate of dash per minute until natural breathing is restored. അപ്പോൾ ആൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, അവിടെ എന്താണ്, ഹേർട്ട് ബീറ്റ് ഉണ്ട്, പൾസ് കിട്ടുന്നുണ്ട്, പക്ഷെ ഈ പറയുന്ന നമ്മൾ ഇൻഫ്ലേഷൻസ് കൊടുക്കണം, അല്ലെ. നമ്മൾ ഇൻഫ്ലേഷൻസ് കൊടുക്കുന്ന എത്ര ഒരു പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര ടൈംസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്? അണ്ടിൽ
until natural breathing is restored. Natural breathing is restored. Okay. അപ്പോ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു ഇത് കൃത്യമായിട്ടുള്ളൊരു ഒരു റേഞ്ച് ആണ്. അപ്പോ ഇത് ഓരോ ആൾക്കാരുടെ ആ ഒരു എന്താണ് ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ജനറലി നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ദാറ്റ് ഈസ് 12 to 16 ടൈംസ് ആയിരിക്കും. 12 to 16 ടൈംസ്. ഓക്കെ, അല്ലെങ്കിൽ 10 to 20 ടൈംസ് റേഞ്ച്. ആ ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടൈം, അത്രയും ടൈംസിലായിരിക്കും സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു നമ്മളൊരു എക്സ്ട്രാ ഇൻഫ്ലേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, the best way of avoiding accident is by doing work in accident way, doing work in one own's way, observing safety rules related to job and machine, using safety equipment. ഏതായിരിക്കും വരുന്നുണ്ടാവും? യെസ്, മുഹമ്മദ് അനസ്. അപ്പോൾ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടി ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്സർവിംഗ് സേഫ്റ്റി റൂൾസ് റിലേറ്റഡ് ടു ജോബ് ആൻഡ് മെഷീൻ തന്നെയാണ്. ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, അല്ലെ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അവോയ്ഡിങ് ആക്സിഡന്റ് ഇൻ വർക്ക് പ്ലേസ്? ഫസ്റ്റ് സ്റ്റെപ്പ് അവോയ്ഡിങ് ആക്സിഡന്റ് ഇൻ വർക്ക് പ്ലേസ്, വർക്ക് പ്ലേസിലുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബൈ വെയറിംഗ് സേഫ്റ്റി എക്യുപ്മെന്റ്, ബൈ ഒബ്സർവിംഗ് സേഫ്റ്റി പ്രിക്കോഷൻസ്, doing things in one's way, doing things with the highly skilled working practice. Yes, ഏതായിരിക്കും വരിക? സംശയമൊന്നും വേണ്ട അല്ലെ, എല്ലാവർക്കും അറിയാം. ലക്ഷ്മി, അനീഷ, ഐശ്വര്യ ഒക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒബ്സർവിംഗ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒബ്സർവ് ചെയ്താൽ അല്ലെങ്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻസ് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ഈസ് എ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് പ്രൊസീജിയർ? തന്നിരിക്കുന്നതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ലൈഫ് സേവിംഗ് പ്രൊസീജിയർ ഏതാണ്? ഫസ്റ്റ് എയ്ഡ്, ഇന്റൻസീവ് കെയർ, കോൾ എ ഡോക്ടർ, മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, സംശയമൊന്നും വേണ്ട, കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് എയ്ഡ് തന്നെയാണ്, അല്ലെ? ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകേണ്ട ലൈഫ് സേവിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഈസ് എൻ ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ഗിവൺ ടു ദ വിക്ടിം, അല്ലെ? ആ ഒരു ആക്സിഡന്റ് പറ്റിയ ആൾക്ക്, വിക്ടിമിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ടെമ്പററി ആയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആ ഒരു കെയറിനെ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റത്തിൽ? ഫസ്റ്റ് എയ്ഡ് എന്ന് കൊടുക്കാൻ പറ്റും, അല്ലെ? സോ അത്തരത്തിൽ പെട്ടെന്ന് തന്നെ എന്താണ് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് മീൻ ബൈ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്? റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്. What is meant by reassurance in safety first aid? Option A കൊടുത്തിരിക്കുന്നത് stay with the victim till help. Option B not to get panic. Option C speaking to victim encouragingly. Option D call medical emergencies. Okay, right. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി തന്നെയാണ് റൈറ്റ് ആൻസർ. അതായത് നമ്മൾ ഇപ്പൊ ആക്സിഡന്റ് പറ്റിയ ഒരാളെ ഒന്ന് എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരോടൊപ്പം തന്നെ നിൽക്കുക, അതിനെയാണ് നമ്മൾ ഈ റീഅഷുറൻസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജ് ഇല്ല, അത്തരത്തിൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ആ ഒരു ടേം ആണ് റീഅഷുറൻസ് എന്ന് പറയുന്നത്. സോ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് മീൻസ് സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജിംഗ്ലി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് കേട്ടോ. മറ്റു ചോദ്യം, എ ബി സി ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ് ഫോർ? വേഗം പറഞ്ഞ ABC. എന്താണ് ABC? യെസ്, റൈറ്റ് ആൻസർ എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ എനിക്ക് പോലും ചോദിച്ചു കാണാറുള്ള, അല്ലെ? ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള മാർക്കുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ മാർക്കുകൾ നമുക്ക് ഒരിക്കലും ഒരു മാർക്ക് പോലും നമ്മൾ കളയരുത്. എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, അല്ലെ? പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവരൊരു എയർവേ നമുക്ക് കിട്ടണം. അപ്പൊ ആൾക്കാർക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ അവരെ ഒന്ന് മാറ്റി ഒരു എയർവേ പാസേജ് അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ബ്രീതിങ്, അല്ലെ? കൃത്യമായിട്ട് ബ്രീതിങ് നമുക്ക് പോസിബിൾ ആക്കണം. സോ ബ്രീതിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, ദെൻ സർക്കുലേഷൻ, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻസ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ നടക്കുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആണ് ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ഗോൾഡൻ അവർ ഇൻ ട്രീറ്റിംഗ് ദ സീരിയസ് കണ്ടീഷൻ ഓഫ് എ പേഴ്സൺ? ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്നത്, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്നത് ആദ്യത്തെ 15 മിനിറ്റ്, ഓപ്ഷൻ ബി ആദ്യത്തെ 45 മിനിറ്റ്, ഓപ്ഷൻ സി ആദ്യത്തെ 30 മിനിറ്റ്, ഓപ്ഷൻ ഡി ആദ്യത്തെ 1 അവർ. അപ്പം ഗോൾഡൻ അവർ എന്ന് പറയുന്നുണ്ടാവുക നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ സി തന്നെയാണ്, ഫസ്റ്റ് 30 മിനിറ്റ്സ്. വളരെ ക്രൂഷ്യലാണ്. ഗോൾഡൻ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യത്തെ 1 മണിക്കൂറാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആക്സിഡന്റ് സംഭവിച്ച് ആദ്യത്തെ 30 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. സോ ആ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകി അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നുണ്ടാവുക. സോ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം. സോ ഗോൾഡൻ അവർ ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ traumatic injury during which there is an highest likelihood that prompt medical and surgical treatment will prevent death. അല്ലെ, ഡെത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സോ ആദ്യത്തെ 1 അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. സോ ജനറലി ഇറ്റ് വിൽ ടേക്കൺ ആസ് എ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ആക്സിഡന്റ്. അല്ലെ, ആദ്യത്തെ 30 മിനിറ്റ് ആണ് നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ എമർജൻസി നമ്പർ ഫോർ ഫയർ സർവീസ്? ഫയർ സർവീസുമായി ബന്ധപ്പെട്ട് എമർജൻസി നമ്പർ എത്രയാണ്? 100, 102, 101, 112. യെസ് യെസ് ഓക്കെ. അപ്പോ ശ്രദ്ധിക്കേണ്ട നമ്പറുകൾ, യെസ് റൈറ്റ് ആൻസർ ആണ്. 101 നമുക്ക് കൊടുക്കാറുണ്ട്, 101 കൊടുക്കാറുണ്ട്. യെസ് റൈറ്റ് ആൻസർ ആണ്. നോക്കി, അപ്പോ ഫയർ എന്ന് പറയുന്നത് 101 ആണ്, 101. പോലീസ് 100 ആണ്. പിന്നെ നാഷണൽ എമർജൻസി നമ്പർ എന്ന നിലയിൽ 112, നാഷണൽ എമർജൻസി നമ്പർ 112, ആംബുലൻസ് 102. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി ഈ ഒരു നമ്പേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ എമർജൻസി നമ്പർ ഓഫ് ഫയർ സർവീസ് 101 ആണെന്ന് ഓർത്തിരിക്കാം. സോ 112 എന്ന് പറയുന്നത് നാഷണൽ എമർജൻസി നമ്പർ ആണ്, നാഷണൽ എമർജൻസി നമ്പർ ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വാട്ട് സ്റ്റാൻഡ്സ് ഫോർ CPR? അല്ലെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ CPR കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇൻ ഫസ്റ്റ് എയ്ഡ്. CPRന്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോ പൾസ് റീഅഷുറൻസ്. യെസ്, ഓപ്ഷൻ സി അല്ലെ. യെസ്, കറക്റ്റ് ആണ്. സോ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണ് നമ്മളുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി തന്നെയാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ഇൻ ദ ഫീൽഡ് ഓഫ് സേഫ്റ്റി OSH സ്റ്റാൻഡ് ഫോർ? ഇൻ ദ ഫീൽഡ് ഓഫ് സേഫ്റ്റി OSH സ്റ്റാൻഡ്സ് ഫോർ? വേഗം പറഞ്ഞേ. യെസ് റൈറ്റ് ആൻസർ ആണ്. വേഗം പറഞ്ഞു. ദാറ്റ് ഈസ് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഓക്കെ, ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾക്ക് വിചാരിക്കും ഇത് എന്താണ് വളരെ ഈസി ആണല്ലോ, പക്ഷെ നമ്മൾ ഈ ഒരു എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമ്മൾ എന്താണ് 4 തവണ വായിച്ചിട്ട് മാത്രമേ ഉത്തരങ്ങൾ എഴുതാവൂ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരുന്ന് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. ഓഫ് കോഴ്സ് നമുക്ക് അറിയാം നമ്മളെ എക്സാം ഹാളിൽ വരുന്നുണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെങ്കിലും നല്ല രീതിയിൽ 4 ഓപ്ഷനും വായിച്ച് മനസ്സിലാക്കി കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ OMRലേക്ക് ബൗൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 2 തവണ ഒന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം OMRലേക്ക് പോവുക. ഓക്കെ ഫൈൻ. അപ്പം ഓപ്ഷൻ എ തന്നെയാണ്, ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആണ് നമ്മളുടെ OSH ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ഇഫ് എ പേഴ്സൺ ഫെയിൻസ് ഡ്യൂ ടു സഫക്കേഷൻ ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഈസ്? Faint due to suffocation, the first aid to be given is give him a warm drink, place him on a well ventilated location, sprinkle cold water on his face, give him artificial respiration. Yes, ഏതായിരിക്കും? സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ ബി തന്നെയാണ്. പ്ലേസ് റൈറ്റ് ആൻസർ ആണ്. പ്ലേസ് ഹിം ഓൺ എ വെൽ ventilated location. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് വൺ ഈസ് മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്? മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്. വിച്ച് വൺ ഈസ് മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്? അൺഗാർഡഡ് മെഷീനറി, വൈബ്രേഷൻ, heat and cold stress,
റോങ് ഡിസൈൻ ഏതായിരിക്കും? വിച്ച് വൺ ഈസ് മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ് എന്ന് പറയുന്നുണ്ടാവുക? യെസ്, റൈറ്റ് ആൻസർ ആണ് അൺഗാർഡഡ് മെഷീനറി. ഓപ്ഷൻ എ ആണ്. അൺഗാർഡഡ് മെഷീനറി ആണ് നമ്മളുടെ മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പം ഇത്തരത്തിൽ ഒക്കുപേഷണൽ ഹസാർഡ്സിനകത്ത് ഇത്തരത്തിൽ ഫിസിക്കൽ ഹസാർഡ്സ്, മെക്കാനിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, അങ്ങനെ നിരവധി ഹസാർഡ്സുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ എക്സാമ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആവാൻ ചില സമയങ്ങളിൽ ചിലത് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്സ്, അപ്പോൾ അത് അൺഗാർഡഡ് മെഷീനറി എന്ന് പറയുന്ന മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്സിനകത്ത് വരും. അപ്പോൾ അൺഗാർഡഡ് ആയിട്ടുള്ള മെഷീനറി, അതുപോലെ തന്നെ ഫെൻസിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഫെൻസിങ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ മെക്കാനിക്കൽ ഹസാർഡ്സ് ആണ്. നോ സേഫ്റ്റി ഡിവൈസസ് അല്ലെ, സേഫ്റ്റി ഡിവൈസസ് നമ്മൾ കൊടുത്തിട്ടില്ല, മെക്കാനിക്കൽ ഹസാർഡ് ആണ്. നോ കൺട്രോൾ ഡിവൈസസ്, ഇത്തരത്തിൽ വാൽവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺട്രോൾ ഡിവൈസസ് ഒന്നും ഇല്ല. സേഫ്റ്റി പ്ലഗുകൾ അല്ലെങ്കിൽ ഫ്യൂസ് പ്ലഗുകൾ അങ്ങനെ ഇല്ല. ഫെൻസിങ്സ് കൊടുത്തിട്ടില്ല. അൺഗാർഡഡ് ആയിട്ടുള്ള മെഷീനറി ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മെക്കാനിക്കൽ ഹസാർഡ്സിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹസാർഡ് ഇഫ് വാട്ടർ ഈസ് എക്സ്പോസ്ഡ് ടു ഹാർംഫുൾ എലമെന്റ്സ് സച്ച് ആസ് ഹീറ്റ് ഓർ മൂവിംഗ് പാർട്ട്? ഫിസിക്കൽ ഹസാർഡ്, എർഗണോമിക്, കെമിക്കൽ, നോൺ ഫിസിക്കൽ ഹസാർഡ്? Water is exposed to harmful elements such as heat or moving parts. ഏതായിരിക്കും? സോ അവിടെ ഒരു എനർജി വേരിയേഷൻ അല്ലെ, എനർജി ഡിസിപ്പേഷൻ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നതെന്ന് പറഞ്ഞാൽ, ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എർഗണോമിക് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, പലതരത്തിലുള്ള ചെയറുകളുണ്ട്. അപ്പോൾ പല ചെയറിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചില ചെയറുകൾ നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ടാവും. ചിലത് നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നമുക്ക് വേണ്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസൈൻ കൺസിഡറേഷനകത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഹ്യൂമൻ എഫേർട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഓരോ ഡിസൈനകത്ത് എർഗണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എർഗണോമിക് ഹസാർഡ്സിനകത്ത് വരുന്നുണ്ടാവുക. ഇവിടെ ഉത്തരം വരിക ദാറ്റ് ഈസ് ഫിസിക്കൽ ഹസാർഡ് ആണ്. ഓപ്ഷൻ എ ഫിസിക്കൽ ഹസാർഡ് ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി involve exposure of harmful condition or energy transfer such as heat, mechanical force or motion which can affect water or other substances. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ ഹസാർഡ്സിനകത്ത് വരുന്നുണ്ടാവുക. സോ ഇവിടെ നോയ്സ് അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ് സ്ട്രെസ്സസ്, വൈബ്രേഷൻ, റേഡിയേഷൻ, ഇലുമിനേഷൻ ഒക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം, ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക, ഫിസിക്കൽ ഹസാർഡ്. കേട്ടോ, ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹസാർഡ് ഇഫ് ദ ബോഡി ഈസ് സ്ട്രെയിൻഡ് ഓർ ഇഞ്ചേർഡ്? സ്ട്രെയിൻഡ് ഓർ ഇഞ്ചേർഡ്? ഓപ്ഷൻ എ ഫിസിക്കൽ, ഓപ്ഷൻ ബി എർഗണോമിക്, ഓപ്ഷൻ സി കെമിക്കൽ, ഓപ്ഷൻ ഡി നോൺ ഫിസിക്കൽ? ഏതായിരിക്കും? സ്ട്രെയിൻ എടുക്കുന്നു, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ചില മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില മെഷീൻ ഫോർ എക്സാമ്പിൾ വണ്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് ചില കാറുകൾ നമുക്ക് വളരെ സ്ട്രെയിൻ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, മറ്റേത് കുറച്ചൊക്കെ ഹെക്റ്റിക് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ഡിഫറെന്റ് ഡിസൈനിലായിരിക്കും ഓരോന്ന് വരുന്നുണ്ടാവുക. സോ യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എർഗണോമിക് ഹസാർഡ്സ്. എർഗണോമിക് ഹസാർഡ്സ് ആണ് ഉത്തരമായിട്ട്. അപ്പൊ എർഗണോമിക് ഹസാർഡ്സിനകത്ത് പുവർ മാനുവൽ ഹാൻഡ്ലിംഗ് ടെക്നിക്സ്, റോങ് ലേ ഔട്ട് ഓഫ് മെഷീനറി, റോങ് ഡിസൈൻ, പുവർ ഹൗസ് കീപ്പിംഗ്, ഓക്വേർഡ് പൊസിഷൻ അല്ലെ, ഇത്തരത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടല്ലാത്ത പൊസിഷനിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോൾ ഹൈറ്റ് കൃത്യമായിട്ട് മെഷീന്റെ ഹൈറ്റ് നമുക്ക് പറ്റുന്ന, ഒന്നുകിൽ നമുക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് ഹൈറ്റിലായിരിക്കും മെഷീൻ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക, ആ തരത്തിലായിരിക്കും ആ ഒരു പൊസിഷനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള, അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഓക്വേർഡ് പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എർഗണോമിക് ഹസാർഡ്സ്. റോങ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ടൂൾ സെലക്ഷൻ ഒക്കെ റോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും, നമ്മൾ സ്ട്രെയിൻ കുറച്ചുകൂടെ കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എർഗണോമിക് ഹസാർഡ്സിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള ഹസാർഡ്സ് ഫിസിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എർഗണോമിക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഹസാർഡ്സിലേക്ക് വരുന്നുണ്ടാവുക. കേട്ടോ, ഓക്കെ. കെമിക്കലിലേക്ക് വരുമ്പോൾ
ഇൻഫ്ലമബിൾ ആണ്, എക്സ്പ്ലോസീവ്സ്, ടോക്സിക്, കൊറോസീവ്, റേഡിയോആക്റ്റീവ് നേച്ചർ ഒക്കെ കെമിക്കലാണ്. ബയോളജിക്കിലേക്ക് വരുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അല്ലെങ്കിൽ പ്ലാന്റ് പെസ്റ്റ് ഇൻഫെക്ഷൻ. ദെൻ ഫിസിയോളജിക്കലിലേക്ക് വരുമ്പോൾ ഓൾഡ് ഏജ്, അതുപോലെ തന്നെ ഇൽ ഹെൽത്ത്, സിക്നസ്, ഫറ്റീഗ്, അതായത് പ്രായത്തിന്റെ കൂടുതൽ കണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഫിസിയോളജിക്കൽ എന്ന് പറയുന്നുണ്ടാവുക. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിംഗ്, അങ്ങനെ റോങ് ആറ്റിറ്റ്യൂഡ്, അൺസ്കിൽഡ് അല്ലെങ്കിൽ പുവർ ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ സൈക്കോളജിക്കലായിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. അതിന്റെ ഫലമായിട്ട് നമ്മളുടെ ആ ഒരു എഫിഷ്യൻസി അല്ലെ, നമ്മളുടെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഹസാർഡ്സുകളാണ് സൈക്കോളജിക്കലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ, അത് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഇലക്ട്രിക്കലിലേക്ക് വരുമ്പോൾ അവിടെ എർത്തിങ് ഉണ്ടാവില്ല, ഒരു പക്ഷേ മെഷീനുമായി ബന്ധപ്പെട്ട് എർത്തിങ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കറണ്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടാവും, അതൊരു ബുദ്ധിമുട്ട്. ഷോർട്ട് സർക്യൂട്ട്, കറണ്ട് ലീക്കേജ്, വയർ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫ്യൂസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഹസാർഡ്സിനകത്ത് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഹസാർഡ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. മറ്റു ചോദ്യം, ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് ഡാഷ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് നത്തിങ് ബട്ട് ലൈക്ക്, എന്താണ് ഇനി പറയാ? യെസ്, ഓപ്ഷൻ സി, സേഫ്റ്റി. സേഫ്റ്റി ആണ് അല്ലെ ഇത്തരത്തിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് സേഫ്റ്റി. റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വിച്ച് വൺ ഈസ് പേഴ്സണൽ സേഫ്റ്റി? തന്നിരിക്കുന്നത് പേഴ്സണൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഏതാണ്? കീപ് ദ മെഷീൻ ക്ലീൻ, keep the gangway and floor clean, concentrate on your work, keep the tool at their proper place. Yes, right answer is option C, concentrate on your work. മറ്റു ചോദ്യം, fire is a combination of oxygen, fuel and dash, spark, liquefied chemical, heat, hazard. സംശയമൊന്നും വേണ്ട അല്ലെ, ഹീറ്റ് ആണ്. ഹീറ്റ്, സംശയമൊന്നും വേണ്ട, ഹീറ്റ് ആണ്. സോ ഫയർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ, ഫ്യൂൽ ആൻഡ് ഹീറ്റ് അല്ലെ. സംശയമൊന്നും വേണ്ട, ഫ്യൂൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ് ചേരുമ്പോഴാണ് ഫയർ സംഭവിക്കുന്നുണ്ടാവും അല്ലെ. ഫ്യൂവലും ഓക്സിജനും കത്താൻ, ഫ്യൂൽ വേണം, കത്താൻ സഹായിക്കാൻ ഓക്സിജൻ, തന്നെ അതുപോലെ ഹീറ്റും കൂടി വേണം അല്ലെ. സോ അന്നേരമാണ് ഫയർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഫയർ ഈസ് മെയ്ഡ് ടു സ്റ്റാർവ് ബൈ റിമൂവിങ് ഡാഷ്. സ്റ്റാർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർവിംഗ് ഈസ് പോസിബിൾ ബൈ റിമൂവിങ് ഓക്സിജൻ, ഫ്യൂവൽ, ഹീറ്റ്, ഫയർ. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഫ്യൂവൽ അല്ലെ. റൈറ്റ് ആൻസർ ആണ് ഫ്യൂവൽ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഫ്യൂവൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർവിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് നമ്മൾ എന്താ വിളിക്കുക? കൂളിംഗ് എന്ന് വിളിക്കുന്നുണ്ടാകും. സോ അതുപോലെ തന്നെ നമ്മൾ ഓക്സിജൻ ഒഴിവാക്കുന്നു, അതിനെ സ്മൂതറിംഗ് എന്ന് വിളിക്കുന്നു അല്ലെ. ഓക്സിജൻ ഒഴിവാക്കുന്നെങ്കിൽ സ്മൂതറിംഗ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സ്റ്റാർവിംഗ്, എന്താണ് സ്മൂതറിംഗ്, എന്താണ് കൂളിംഗ്? ഓക്കെ, കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫയറിൽ നിന്നും നമ്മൾ എന്ത് ഒഴിവാക്കുന്നു? ഫയർ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് എന്താണ്? ഫ്യൂവല് പ്ലസ് ഓക്സിജൻ പ്ലസ് ഹീറ്റ്. അതിൽ നിന്നും ഫ്യൂവൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർ ഉണ്ടാകുമോ? ഇല്ല. ഫ്യൂവൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർവിംഗ്. ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ നിന്നും ഓക്സിജൻ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തുമോ? ഇല്ല, സ്മൂതറിംഗ്. ഇത്തരത്തിൽ ഹീറ്റ് ആണ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് കൂളിംഗ്. ഓക്കെ, സോ അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടാവുക. സോ സ്റ്റാർവിംഗ്, സ്മൂതറിംഗ് ആൻഡ് കൂളിംഗ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിച്ചേ. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ക്ലാസ് എ ഫയർ includes flammable liquids such as gasoline, petroleum grease, tar, oil-based paint, solvent and alcohol. കറക്റ്റ് ആണോ? അത് അല്ല അല്ലെ, കറക്റ്റ് അല്ല. സോ ഒന്നാമത്തെ നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തെ നോക്കിയ, ക്ലാസ് എ ഫയർ വിൽ ലീവ് ആഷസ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്, സംശയമൊന്നും വേണ്ട. ക്ലാസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കണ്ടെയ്ൻ വാട്ടർ അല്ലെ. ഇത്തരത്തിൽ വാട്ടർ എക്സ്റ്റിംഗ്വിഷർ, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, അതും കറക്റ്റ് ആണ്. ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ ഈസ് സ്യൂട്ടബിൾ ഫോർ ക്ലാസ് എ ഫയർ. ഡ്രൈ പൗഡർ ആണോ നമ്മളത് സൂട്ടബിൾ ആയിട്ടുള്ളത്? അല്ല അല്ലെ. അപ്പോ ബിയും സിയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, ബിയും സിയും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഈ ഒരു ടേബിൾ ആണ്. ക്ലാസ് എ, ബി, സി, ഡി ഫയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടേബിൾ ആണ് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ക്ലാസ് എ എന്ന് പറയുന്നത് നമുക്കറിയാം വുഡ്, പേപ്പർ അങ്ങനെയുള്ള സോളിഡ് മെറ്റീരിയൽ ആണ് ക്ലാസ് എ എന്ന് പറയുന്നത്. വുഡ്, പേപ്പർ, സോളിഡ് മെറ്റീരിയൽ ആകുമ്പോൾ കറസ്പോണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റിംഗ്വിഷർ വാട്ടർ ഫീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നുണ്ടാകും. ക്ലാസ് ബി ഫയർ
ക്ലാസ് ബി ഫയർ എന്ന് പറയുമ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ലിക്വിഫൈഡ് സോളിഡ് ഒക്കെയാണ് പ്രധാനമായിട്ടും. അപ്പം അത് പ്രധാനമായിട്ടും ഫോം ടൈപ്പ്, പിന്നെ ഡ്രൈ പൗഡർ യൂസ് ചെയ്യാറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ക്ലാസ് സി എന്ന് പറയുന്നത് ഗ്യാസ് ലിക്വിഫൈബിൾ ഗ്യാസ് ആണ്, ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഫൈബിൾ ഗ്യാസ് ആയിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഡ്രൈ പൗഡർ ആണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്, ഡ്രൈ പൗഡർ. ദെൻ ക്ലാസ് ഡിയിലേക്ക് പോകുന്ന സമയത്ത് മെറ്റൽസ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ, പിന്നെ ഹാലോൺ അല്ലെ, ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ക്ലാസ് എ ബി ഡി, ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കൊടുത്തത് ക്ലാസ് എയും ബിയും ഡിയും കൊടുത്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കി, കമ്പസ്റ്റബിൾ മെറ്റൽ സച്ച് ആസ് മഗ്നീഷ്യം, ടൈറ്റാനിയം, പൊട്ടാസ്യം ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഒന്നെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും വരിക. 1, 2, 3 ഏതായിരിക്കും? യെസ്, ക്ലാസ് ഡി അല്ലെ, 3 കറക്റ്റ് ആണ്. അപ്പൊ ക്ലാസ് ഡി എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഇത്തരത്തിൽ എന്താ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള മെറ്റൽസ്, അങ്ങനെയൊക്കെ ക്ലാസ് ഡി നമ്മൾ കണ്ടു. മഗ്നീഷ്യം, ടൈറ്റാനിയം, പൊട്ടാസ്യം മെറ്റൽസ് അങ്ങനെ വരുന്നത് ക്ലാസ് ഡി ആണ്. പിന്നീട് ഫ്ലേമബിൾ ലിക്വിഡ് സച്ച് ആസ് ഗ്യാസലിൻ, പെട്രോളിയം, ഗ്രീസ്, ടാർ, ഓയിൽ ആൻഡ് ഓയിൽ ബേസ്ഡ് പെയിന്റ് നമുക്കറിയാം ക്ലാസ് ബി ആണ്. ക്ലാസ് എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഓർഡിനറി ആയിട്ടുള്ള കമ്പസ്റ്റബിൾ സച്ച് ആസ് വുഡ്, പേപ്പർ, ക്ലോത്ത്, റബ്ബർ അല്ലെ. അപ്പൊ അങ്ങനെയാണ് വരുന്നുണ്ടാവുക. സോ ഒന്ന് A3 വരുന്നുണ്ടാകും. 1 എന്ന് പറയുന്നത് 3 ആണ്. സോ 1 3 ആൻഡ് 2 തന്നെയാണ്. 3 വന്നിട്ട് 1. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഓർത്തിരിക്കാൻ പറ്റും. മറ്റൊരു ചോദ്യം, വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇസ് സൂട്ടബിൾ ഫോർ ലൈവ് ഇലക്ട്രിക്കൽ ഫയർ? ലൈവ് ഇലക്ട്രിക്കൽ ഫയർ, വാട്ടർ, ലിക്വിഫൈഡ്, കെമിക്കൽ, ഹാലോൺ, ഫോം. യെസ്, സംശയമൊന്നും വേണ്ട, ഹാലോൺ ആണ്. ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ലൈവ് ഇലക്ട്രിക്കൽ ഫയർ മെറ്റൽസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് എക്സ്റ്റിംഗ്വിഷർ ഹാസ് ഹാർഡ് ഹോൺ ഓൺ ദ എൻഡ് ഓഫ് ഫ്ലെക്സിബിൾ ഹോസ് ഓർ മെറ്റൽ ആം? ഡ്രൈ കെമിക്കൽ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, എയർ പ്രഷറൈസ്ഡ് വാട്ടർ. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷറിനകത്ത് നമുക്ക് അതിന്റെ ഹോൺ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പുമായി ബന്ധപ്പെട്ട വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ ശ്രദ്ധിക്കുക, വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. യൂണിവേഴ്സൽ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് അറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈസിലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദ ഡിസ്റ്റിങ്റ്റീവ് ഷേപ്ഡ് ഡിസ്ചാർജ് ഹോൺ. ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഹോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദൂരെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ആണെന്നുള്ളത്. ഓക്കെ, ഓർത്തിരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് യൂണിവേഴ്സൽ എക്സ്റ്റിംഗ്വിഷർ, അതുപോലെ തന്നെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യം, വിച്ച് എക്സ്റ്റിംഗ്വിഷർ ഫോർ ഫയർ ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ക്ലാസ് സി ഫയർ? തന്നിരിക്കുന്നതിൽ ക്ലാസ് സി ഫയർ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഗ്യാസ് ആണ് അല്ലെ. സോ ഗ്യാസ് ആണ്. യെസ്, അപ്പൊ നമുക്കറിയാം, നമ്മൾ കണ്ടു ഡ്രൈ പൗഡർ ആണ് നമ്മുടെ ഉത്തരമായിട്ട്. ഓപ്ഷൻ ഡി ആണ്, ഡ്രൈ പൗഡർ ആണ്. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എക്സ്റ്റിംഗ്വിഷർ ഹാസ് എ ഫോർക്ക് ഷേപ്ഡ് നോസിൽ അറ്റ് ദ എൻഡ് ഓഫ് ഫ്ലെക്സിബിൾ ഹോസ്? ഡിസ്ചാർജ് ഹോൺ ടൈപ്പ് മാറി ഫോർക്ക് ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എന്താ വരിക? ഫോർക്ക് ഷേപ്ഡ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഡ്രൈ പൗഡർ അല്ലെ. ഡ്രൈ പൗഡർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർക്ക് ഷേപ്ഡ് ആണ്. സോ നോക്കിയേ, ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് ദ മെയിൻ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഈസ് ദ ഫോർക്ക് ഷേപ്ഡ് നോസിൽ. ഫോർക്ക് ഷേപ്ഡ് നോസിൽ ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ രണ്ടും നമുക്ക് ദൂരെ നിന്ന് കണ്ടാൽ ഐഡന്റിഫൈ ആവാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കറിയാം ഒരു ഡിസ്ചാർജ് ഹോളിന്റെ ഒരു ഷേപ്പ് നമ്മൾ മനസ്സിലാക്കാം. ഫോർക്ക് ഷേപ്ഡ് നോസിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണെന്നുള്ളത് മനസ്സിലാക്കാം. സോ അത്തരത്തിൽ ശ്രദ്ധിക്കുക, ഫോർക്ക് ഷേപ്ഡ് നോസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷറിലാണ്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫിൽഡ് വിത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോക്ലോറോ ഡൈഫ്ലൂറോമീഥെയിൻ, BCF, ബ്രോമോക്ലോറോ ഡൈഫ്ലൂറോമീഥെയിൻ. അപ്പൊ ഏതിനകത്താണ് അത് അത്തരത്തിലുള്ള മിക്സ് ചെയ്തിരിക്കുന്നത്? യെസ്, റൈറ്റ് ആൻസർ ഈസ് കറക്റ്റ് ആണ്, ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ ആണ്. ഏതാണ്? ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ. അപ്പോൾ ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ നമുക്കറിയാം ഇത്തരത്തിൽ ക്ലാസ് ഡി നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ എന്താണ്? ബേസിക്കലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫിൽഡ് വിത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോമീഥെയിൻ. ഓക്കെ, ഓർത്തിരിക്കാം, ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോമീഥെയിൻ ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലേമബിൾ ലിക്വിഡ് ഫയർ? ലിക്വിഡ് ഫയർ ആണെന്നുണ്ടെങ്കിൽ ഹാലോൺ, ഡ്രൈ പൗഡർ,
CTC, അത് കാർബൺ ടെട്രാക്ലോറൈഡ് ആട്ടോ. ദെൻ ഓപ്ഷൻ ഡി വാട്ടർ. ഏതായിരിക്കും? ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും പ്രിഫറബിൾ ആയിട്ടുള്ള? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഡ്രൈ പൗഡർ ആണ് അല്ലെ. ഡ്രൈ പൗഡർ ആണ്. CTCയും ഹാലോണും ഒക്കെ ഒന്ന് തന്നെയാണ്, ബേസിക്കലി ഹാലോൺ തന്നെയാണിത്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ. മറ്റൊരു ചോദ്യം, ദ മോസ്റ്റ് സീരിയസ് എൻവയോൺമെന്റൽ പ്രോബ്ലം, the most serious environmental problem because of hazardous waste, അല്ലെ, ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന ഏറ്റവും മോസ്റ്റ് സീരിയസ് എൻവയോൺമെന്റൽ പ്രോബ്ലം ഏതാണ്? ഓപ്ഷൻ എ പറയുന്നത് എയർ പൊല്യൂഷൻ, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ലാൻഡ് ഫില്ലിംഗ്, ഓപ്ഷൻ സി കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ശ്രദ്ധിച്ചേ, മോസ്റ്റ് സീരിയസ് എൻവയോൺമെന്റൽ പ്രോബ്ലം ബിക്കോസ് ഓഫ് ഹസാഡസ് വേസ്റ്റ്. വേസ്റ്റ്, ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന ഏറ്റവും സീരിയസ് ഇഷ്യൂ ഏതായിരിക്കും? തന്നിരിക്കുന്ന ഓപ്ഷനിൽ. ഓക്കെ, അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ, കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ഉത്തരം വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ഓപ്ഷൻ സി ആണ്, കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അതായത് ഈ പറയുന്ന വേസ്റ്റ് ഒക്കെ എങ്ങോട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ലാൻഡിലേക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലാൻഡ് ഫില്ലിംഗ് ചെയ്തു എന്നിരിക്കട്ടെ. ഈ ലാൻഡ് ഫില്ലിംഗ് ചെയ്താലും അത് എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ താഴേക്ക് പോയിട്ട് നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യും അല്ലെ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭൂഗർഭജലം എന്ത് ചെയ്യുന്നുണ്ടാവും? കണ്ടാമിനേഷൻ ആവും. കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ വെള്ളം നമുക്ക് കൃത്യമായിട്ട് നല്ല പ്യൂർ വാട്ടർ കിട്ടുമോ? ഇല്ല. അപ്പൊ അതായിരിക്കും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം വെള്ളം എന്താണ് ഇത്തരത്തിൽ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു മോസ്റ്റ് സീരിയസ് എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഹസാഡസ് വേസ്റ്റിന്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാം. യെസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ലാൻഡ് ഫില്ലിംഗ്, അതായത് ഈ പറയുന്ന വേസ്റ്റിന്റെ എമൗണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫില്ലിങ്ങിന്റെ ആ ഒരു എന്താണ്, ലാൻഡ് ഫില്ലിങ്ങിന് നമ്മൾ ലാൻഡ് കൺസിഡർ ചെയ്യേണ്ടത് കൂട്ടണ്ടായിട്ട് വരും. സോ അത് എന്താണ്, ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, പാസ്. വാട്ട് ഡസ് പാസ് സ്റ്റാൻഡ് ഫോർ ഇൻ ഫയർ സേഫ്റ്റി? ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പാസ് എന്താണ്? പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ്. പുൾ, എയിം, സ്വീപ്പ്, സ്ക്യൂസ്. പുൾ, എയിം, സ്വീപ്പ്, ക്യൂസ്. പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ്. ഏതായിരിക്കും? ഓക്കെ, ഇത് ഒരുമിച്ച് വരുന്നുണ്ടല്ലോ, ഒരേപോലെ തന്നെ വരുന്നുണ്ടല്ലേ. ഓക്കെ, അല്ല ഇത് പുഷ് ആണല്ലേ. ഓക്കെ, ഫൈൻ. അപ്പൊ ഉത്തരം എന്താ? പുൾ ചെയ്യുക, എയിം ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, സ്വീപ്പ് ചെയ്യുക അല്ലെ. സോ ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ എ തന്നെയാണ്. പുൾ ചെയ്യുക, എയിം ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, സ്വീപ്പ് ചെയ്യുക. സോ അതാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. സോ ഇത്തരത്തിൽ പാസ് എന്ന് പറഞ്ഞാൽ ദെൻ ആ ഒരു ട്രിഗർ പുൾ ചെയ്യുക, അതിനുശേഷം എന്താണ് എയിം ചെയ്യുക എവിടെയാണോ ഉള്ളത്, ദെൻ അതിനുശേഷം സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു നോബ് സ്ക്യൂസ് ചെയ്യുക, സോ അതിനുശേഷം സ്വീപ്പ് ചെയ്യുക. സോ അങ്ങനെ 4 ആ ഒരു രീതിയിലാണ് നമ്മൾ അത് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ മതി. എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്ന ബന്ധപ്പെട്ട് പാസ്, PASS. ആദ്യം ആ ഒരു ട്രിഗർ പുൾ ചെയ്യുക, ഒരു പിന്നുണ്ട്, പിന്ന് പുൾ ചെയ്യുക, അതുപോലെ തന്നെ എയിം ചെയ്യുക, അതുപോലെ തന്നെ സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, ആ ലിവർ ഉണ്ടാവും, അത് സ്ക്യൂസ് ചെയ്യുക, അതിനുശേഷം സ്വീപ്പ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അതാണ് നമ്മുടെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഈസ് ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കംസ് അണ്ടർ PP7? ഇയർ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി ഫുട്വെയർ, ഹെൽമെറ്റ്, സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്. യെസ്, PP7 എന്ന് പറയുന്നത് ഏതായിരിക്കും? റൈറ്റ് ആൻസർ ആണ്, ഇയർ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. സംശയമൊന്നും വേണ്ട, ഇയർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ PP7 ഇയർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ PP8 അല്ലെ, അപ് ടു 8 ആണ് അല്ലെ. PP1 to 8 ആണ്. മൊത്തം 8 എണ്ണമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. സോ 1 എന്ന് പറയുന്ന ഹെൽമെറ്റ്, 2 എന്ന് പറയുന്ന സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ സേഫ്റ്റി ഫുട്വെയർ. അപ്പൊ ഹെൽമെറ്റ്, ഫുട്വെയർ. 3 റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. 4 ഫോർ ഹാൻഡ്സ് ആണ്, ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ ആണ്. 5 എന്ന് പറയുന്നത് ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ. 6 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ്. 7 എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷൻ. 8 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്. ഓക്കെ, സോ ഓർത്തിരിക്കാം, ഇത്തരത്തിലുള്ള 8 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ആണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് സേഫ്റ്റി ഡിവൈസ് വിൽ യു
will use to protect yourself while chipping? ചിപ്പിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് യൂസ് ചെയ്യേണ്ടത്? സേഫ്റ്റി ഗാർഡ്, ഗൂഗിൾസ്, ഹാൻഡ് സ്ക്രീന്, ഗ്ലൗസ്, എന്താണ് വരിക? യെസ്, സംശയമൊന്നും വേണ്ട, ഗൂഗിൾസ് ആണ് അല്ലെ. ഗൂഗിൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക് വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ്? ഇലക്ട്രിക് ഷോക്ക്, ഹാൻഡ് സ്ക്രീൻ, റബ്ബർ ഹാൻഡ് ഗ്ലൗസ്, പ്ലെയിൻ ഗോഗിൾസ്, ലെതർ ഹാൻഡ് ഗ്ലൗസ്. യെസ്, നോക്കിയേ. ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. KSEB-യിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ലൈൻമാൻമാരൊക്കെ പോകുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ടോ? സോ അതെന്താ സംഗതി? ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും? മെറ്റീരിയൽ എന്തായിരിക്കും? യെല്ലോ കളർ ഉള്ള കാണുന്ന മെറ്റീരിയൽ എന്തായിരിക്കും? റബ്ബർ അല്ലെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ റബ്ബർ ഹാൻഡ് ഗ്ലൗസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ അത്തരത്തിൽ ഇലക്ട്രിക് ഷോക്ക്, സോ പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക് വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ്, റബ്ബർ ഹാൻഡ് ഗ്ലൗസ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. PSCയുടെ ഉത്തരവ് അത് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ടു പ്രൊട്ടക്ട് ഫ്രം ദ ഐസ് ഫ്രം റേസ് ഓഫ് ആർക്ക് അല്ലെ, റേസ് ഓഫ് ആർക്ക് ഷുഡ് യൂസ് ഡാഷ്. അതായത് നമുക്കറിയാം വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അൾട്രാ വയലറ്റ് റേസ് ഹാംഫുൾ ടു ഐസ് ആണ്. ഫോട്ടോകെരാറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കാറ്? ഹാൻഡ് സ്ക്രീന്, റബ്ബർ ഹാൻഡ് ഗ്ലൗസ്, പ്ലെയിൻ ഗൂഗിൾസ്, ലെതർ ഹാൻഡ് ഗ്ലൗസ്. എന്തായിരിക്കും? ഓപ്ഷൻ എ തന്നെയാണ്. ഹാൻഡ് സ്ക്രീൻ കൊടുക്കാറുണ്ട് അല്ലെ, ഹാൻഡ് സ്ക്രീൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. അപ്പൊ മറ്റൊരു ചോദ്യം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ്ഡ്. ഓപ്ഷൻ എ മാസ്ക്. ഒന്നാമത്തെ കൊടുത്തിരിക്കുന്ന മാസ്ക് ആണ്. മാസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടല്ലേ മാസ്ക് ഒരു സമയത്ത്. അപ്പൊ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാം കഴിവതും. ഒന്നാമത് മാസ്ക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ അല്ലെ. ഒന്ന് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുന്നു, എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട. എപ്രോൺസ് എന്ന് പറഞ്ഞാൽ ഓവറാൾ ഫ്രണ്ട് ബോഡിയാണ്. സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർനസ് എന്ന് പറയുന്നത് ഓവർ ഹെഡ് വർക്കുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുന്നത് 3 ആണ്, 2 എന്ന് പറയുന്നത് 1 ആണ്. സോ 2 1, 3 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 2 ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. കറക്റ്റ് അല്ലേ? ഓക്കെ, ഫൈൻ, കറക്റ്റ് ആണ്. മറ്റൊരു ചോദ്യം, PPE which is used for cutting hard rock, concrete working, asphalting etc. കോൺക്രീറ്റ് അല്ലെങ്കിൽ റോഡ് പണിക്കാരൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഗം ബൂട്ട് അല്ലെ, അതിനെന്ത് വിളിക്കാം? ഗം ബൂട്ട് എന്നാണ് വിളിക്കാം. ഗം ബൂട്ട് അല്ലെ. ഇത്തരത്തിൽ അസ്ഫോൾട്ട്, കോൺക്രീറ്റ് വർക്ക്, ഹാർഡ് റോക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന PPE ഗം ബൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഹൗ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ് ഓഫ് ആൻ ഇൻജേർഡ് പേഴ്സൺ. ഇൻജേർഡ് പേഴ്സണിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? ടൈ ബാൻഡേജ്, അപ്ലൈ ടിഞ്ചർ, അപ്ലൈ ഓയിൻമെന്റ്, അപ്ലൈ പ്രഷർ ഓവർ ദ വൂണ്ട്. യെസ്, ഓക്കെ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അപ്ലൈ പ്രഷർ ഓവർ ദ വൂണ്ട് അല്ലെ. ഇത്തരത്തിൽ പ്രഷർ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബ്ലീഡിങ് കുറയ്ക്കാൻ സാധിക്കും അല്ലെ, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്ലൈ പ്രഷർ ഓവർ ദ വൂണ്ട്, അതാണ് നമ്മുടെ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബ്ലീഡിങ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇഞ്ചുറി കാരണം ഉണ്ടാവുന്ന ബ്ലീഡിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ലക്ഷ്മി. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ദ മെറ്റീരിയൽ ഇൻ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാനർ. അതായത് വളമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളെ ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നു? ലാൻഡ് ഫിൽ, ബേണിംഗ്, റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കമ്പോസ്റ്റിംഗ് അല്ലെ. സംശയമൊന്നും വേണ്ട. ഓക്കെ അല്ലേ? അപ്പോ അത്തരത്തിൽ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇത്തരത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള കമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാനുവർ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ അത്തരത്തിൽ കമ്പോസ്റ്റിംഗ് ആണ്. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ബിൻ ഫോർ വേസ്റ്റ്
ഫുഡ് സെഗ്രിഗേഷൻ, വേസ്റ്റ് ഫുഡ് സെഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട് ബിന്നിന്റെ കളർ എന്താണ്? റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്. യെസ്, യെസ്, റൈറ്റ് ആൻസർ ഈസ് ബ്ലാക്ക്. ബ്ലാക്ക് ആണ്. റെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റലാണ് അല്ലെ? റെഡ് എന്ന് പറയുന്നത് മെറ്റൽ ആയിരിക്കും. ബ്ലൂ എന്ന് പറയുന്നത് പേപ്പർ ആണ് അല്ലെ? നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ യെല്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലെ? യെല്ലോ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എന്തായിരിക്കും? പ്ലാസ്റ്റിക് ആണ്. സോ പേപ്പർ ബ്ലൂ, പ്ലാസ്റ്റിക് യെല്ലോ, മെറ്റൽ റെഡ്, ഗ്ലാസ് ഗ്രീന്, ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ബ്ലാക്ക്, അതർ മറ്റു കാര്യങ്ങളൊക്കെ അതർ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് ആണ്, ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചോദ്യം, ദ പ്രോസസ് ഓഫ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ക്യാൻ ബി റിഡ്യൂസ്ഡ് ത്രൂ. സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. റീസൈക്ലിംഗ്, ലെസർ പൊല്യൂഷൻ, പേപ്പർ ബാഗ്സ്, പോപ്പുലേഷൻ കൺട്രോൾ. യെസ്, പ്രോബ്ലം ഓഫ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ക്യാൻ ബി റിഡ്യൂസ്ഡ് ത്രൂ ഏതായിരിക്കും? റൈറ്റ് ആൻസർ എന്താണ്? റീസൈക്ലിംഗ്. റീസൈക്ലിംഗിലൂടെ നമുക്ക് എന്താണ്? വേസ്റ്റ് ഡിസ്പോസൽ കുറയ്ക്കാൻ സാധിക്കും. മറ്റു ചോദ്യം, 3R റൂൾ. 3R റൂൾ ഫോർ വേസ്റ്റ് ഡിസ്പോസൽ. 3R സ്റ്റാൻഡ്സ് ഫോർ. 3R എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസ്റ്റോർ, റീയൂസ്, റീസൈക്കിൾ, റീയൂസ്, റിമൂവ്, റീസൈക്കിൾ, റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റിഡ്യൂസ്, റിസ്റ്റോർ, റീസൈക്കിൾ. ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഈസ് സി തന്നെയാണ്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അല്ലെ? 3R എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇത്തരത്തിലുള്ള സിമ്പിൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? റെഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് മെറ്റീരിയൽ മസ്റ്റ് ബി യൂസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നെസസറി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യാം. റീയൂസ് ചെയ്യുക, വീണ്ടും അത് റീയൂസ് ചെയ്യുക, അഗെയിൻ ആൻഡ് അഗെയിൻ അത് ഡിഫറെന്റ് പർപ്പസിന് യൂസ് ചെയ്യുക, അതിനായി അവസാനം അത് റീസൈക്കിൾ ചെയ്യുക അല്ലെ? ഓക്കെ. മറ്റു ചോദ്യം, ദ ഷേപ്പ് ഓഫ് ഇൻഫർമേഷൻ സൈൻ. ഇൻഫർമേഷൻ സൈൻ ബോർഡുകളുടെ ഷേപ്പ് എന്താണ്? സർക്കുലാർ, ട്രയാങ്കിൾ, സ്ക്വയർ, ഓവൽ. ഏതായിരിക്കും? യെസ്, ശ്രദ്ധിച്ചേ ലക്ഷ്മി, അത് ഇൻഫർമേഷൻ സൈൻ ആണ്, കോഷൻ സൈൻ അല്ല, ഇൻഫർമേഷൻ. ഇപ്പോ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്, അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതായിരിക്കും വരിക. യെസ്, സ്ക്വയർ ആണ് അല്ലെ? യെസ്, റൈറ്റ് ആൻസർ ആണ്, സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു സൈൻ ബോർഡുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്, അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്വയർ ബോർഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ പ്രധാനമായിട്ടും പ്രൊഹിബിഷൻ ഉണ്ട്. പ്രൊഹിബിഷൻ അതായത് സ്റ്റാഫ് ഉള്ളി അല്ലെങ്കിൽ നോ സ്മോക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്രൊഹിബിഷൻ സൈനുകൾ ഉണ്ട്. സോ അത് ഇത്തരത്തിൽ റെഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സൈനുകളുണ്ട്. ഈ ഒരു വിയർ ഇയർ പ്രൊട്ടക്ടേഴ്സ്, അല്ലെങ്കിൽ യൂസ് പ്രൊട്ടക്ഷൻ, ദാറ്റ് ഈസ് ഗോഗിൾസ് യൂസ് ചെയ്യുക, ഗ്ലൗസ് വിയർ ചെയ്യുക, അങ്ങനെയുള്ളത് മാൻഡേറ്ററി ആണ്. ഓക്കെ, സോ അത് നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും. ദെൻ വാർണിംഗ് സൈൻസ്, ഇപ്പം കോഷൻ അല്ലെങ്കിൽ ഡേഞ്ചർ വാർണിംഗ് സൈൻസ്. ഇൻഫർമേഷൻ സൈൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അവിടെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുന്നുണ്ടാവുക. അങ്ങനെ 4 തരത്തിലുള്ള സേഫ്റ്റി സൈൻസ് നമുക്കറിയാം. മറ്റു ചോദ്യം, ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ. വാർണിംഗ് സൈനിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്ക്വയർ, സർക്കുലർ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ. വാർണിംഗ് സൈൻ എന്തായിരുന്നു? യെസ്, സംശയമൊന്നുമില്ല, ട്രയാങ്കിൾ ആണ് അല്ലെ? ഓൾറെഡി ട്രയാങ്കിൾ ആണ്, നമുക്കറിയാം. മറ്റു ചോദ്യം, വിച്ച് സേഫ്റ്റി സൈൻ ഹാവ് വൈറ്റ് സിമ്പിൾ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിന് അത് വൈറ്റ് സിമ്പിൾ കണ്ടത് ഏതായിരുന്നു? പ്രൊഹിബിഷൻ ആണോ, വാർണിംഗ് ആണോ, മാൻഡേറ്ററി ആണോ, ഇൻഫർമേഷൻ ആണോ? ഓക്കെ, എവിടെയും കൺഫ്യൂഷൻ ഉണ്ടല്ലേ, സിയും ഡിയും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, വൈറ്റ് സിമ്പിളിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, ശ്രദ്ധിച്ചേ, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അത് മാൻഡേറ്ററി ആയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. മറ്റു ചോദ്യം, ഇൻ 5S കോൺസെപ്റ്റ് 5S സ്റ്റാൻഡ് ഫോർ 5S ടൊയോട്ട ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള 5S കോൺസെപ്റ്റ് ഉണ്ട്. 5S സ്റ്റാൻഡ്സ് ഫോർ ഏതായിരിക്കും? യെസ്, പറഞ്ഞോളൂ. സോർട്ട്, ഓപ്ഷൻ സി, സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. യെസ്, റൈറ്റ് ആൻസർ. നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയാ, അതിന്റെ ജാപ്പനീസ് വേർഡാണ് സെറി, സെയ്റ്റൻ, സീസോ, സെയ്റ്റ് കേറ്റ്സു, ഷിറ്റ്സുഗെ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി തന്നെയാണ്. ദാറ്റ് ഈസ് സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ് ചെയ്യുക, പിന്നെ അത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. അപ്പോ സിറി അല്ലെങ്കിൽ സോർട്ട്, സെയ്റ്റൺ അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്, സീസോ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക, ഷൈൻ ചെയ്യുക,
സെയ്റ്റ് കേറ്റ്സു എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, ഷിറ്റ്സുഗെ എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെ ഈ 5 എസ്സുകൾ 5S കോൺസെപ്റ്റ്സ് അല്ലെ ഇത്തരത്തിൽ ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് ജാപ്പനീസ് മെത്തഡോളജി ഫോർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ. ജാപ്പനീസ് മെത്തഡോളജി ഫോർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ എന്നുള്ള ഓർത്തിരിക്കാം. വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് 5S? 5Sന്റെ ബെനിഫിറ്റ് എന്താണ്? ഇൻക്രീസ് ഇൻ മാൻ പവർ, ഇൻക്രീസ് ഇൻ എക്കണോമി, ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, റിഡക്ഷൻ ഇൻ പൊല്യൂഷൻ. ഓക്കെ മുഹമ്മദ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി അല്ലെ, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ആൻ ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ, ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ ഓപ്ഷൻ സി, പുട്ടിംഗ് സോ ഡസ്റ്റ് അല്ലെ, പുട്ടിംഗ് സോ ഡസ്റ്റ്. ഇതൊക്കെ വളരെ പണ്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു ചോദ്യം, ഇൻ സേഫ്റ്റി SWL സ്റ്റാൻഡ്സ് ഫോർ safe withdrawal load, stand without load, stand with load, safe working load. Yes, right answer is safe working load. Safe working load തന്നെയാണ്, ഇതൊന്നും വേണ്ട, safe working load ആണ്. മറ്റൊരു ചോദ്യം, the Environment Protection Act was enacted on, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് വന്നത്? യെസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 1986. അപ്പോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അത് മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട ഫാക്ടറി ആക്ട് 1948 തമിഴ്നാട്, ഇത് കുറച്ച് ആക്ടുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാം ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഏതും അവർക്ക് ചോദിക്കാം, അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫാക്ടറി ആക്ട് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1948 ഓൾറെഡി നമ്മൾ കണ്ടു. ഇപ്പോൾ ഇത്തരത്തിൽ എൻവയോൺമെന്റൽ ആക്ട് 1986 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910 നമ്മൾ ഓർത്തിരിക്കാം. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂള് 1956 വന്നു. പെട്രോളിയം ആക്ട് 1934 ആണ്. പെട്രോളിയം റൂള് 1976. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991, അത് റൂളും അന്നേ വർഷം തന്നെ 1991 വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം ആക്ടുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോറി, അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ അല്ലെ, സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി സൈന്, ഫസ്റ്റ് എയ്ഡ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, റെസ്പോൺസ് ടു എമർജൻസീസ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് 5S കോൺസെപ്റ്റ്, വേസ്റ്റ് മെറ്റീരിയൽ ഡിസ്പോസൽ, കളർ കോഡ്, ബിന്ന്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് മൂവിംഗ് ഹെവി എക്യുപ്മെന്റ്സ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹോട്ട് വർക്കിംഗ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഏകദേശം സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയിരുന്നു? ഒന്നാമത്തെ മൊഡ്യൂൾ ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ഒന്നാമത്തേത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോക്കേ, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. സോ 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിന്റെ 10 മാർക്കും നമുക്ക് നമ്മൾ വിട്ടുകളയരുത്. 10 മാർക്കും നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. അപ്പോ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. പ്രിസിഷൻ മെഷറിംഗിലേക്ക് പോകുന്നില്ല, വെറും നോർമൽ ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളാണ്. അപ്പൊ അതിനകത്ത് ലീനിയർ മെഷർമെന്റ്, സ്റ്റീൽ റൂളുകൾ, മാർക്കിംഗ് മീഡിയ, കാലിപ്പേഴ്സ്, ഡിവൈഡേഴ്സ്, മാർക്കിംഗ് പഞ്ചസ്, സ്ക്രൈബർ, ഹാമർ, ദെൻ മാർക്കിംഗ് ഓഫ് ടേബിൾസ്, സർഫസ് പ്ലേറ്റ്, വൈസസ്, ആംഗിൾ പ്ലേറ്റ്, ട്രൈ സ്ക്വയർ, കോമ്പിനേഷൻ സെറ്റ്, മാർക്കിംഗ് ബ്ലോക്ക്, പാരലൽ ബ്ലോക്ക്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക്, ഇത്രയും ടൂളുകളാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ ചോദിച്ചത് തന്നെയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലോട്ട് ഇൻ ആംഗിൾ പ്ലേറ്റ്? ആംഗിൾ പ്ലേറ്റുകളിൽ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ടാകും. എന്താണ് അതിന്റെ പർപ്പസ്? വേഗം പറഞ്ഞേ. സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും, എന്താണ് അതിന്റെ പർപ്പസ്? യെസ്, റൈറ്റ് ആൻസർ ആണ്. ടു എനേബിൾ ദ വർക്ക് ടു ബി ഹെൽഡ് ഫേംലി ബൈ ബോൾട്ട് ആൻഡ് ക്ലാമ്പ്. അല്ലെ, ഇത്തരത്തിൽ ബോൾട്ടുകളും ക്ലാമ്പുകളുടെയും സഹായത്തോടു കൂടി നമുക്ക് വർക്കിനെ
കൃത്യമായിട്ട് അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആ സ്ലോട്ടുകൾ. ഓക്കെ, സോ ദ പർപ്പസ് ഓഫ് സ്ലോട്ട് ഇൻ ആംഗിൾ പ്ലേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എനേബിൾ ദ വർക്ക് ടു ബി ഹെൽഡ് ഫേംലി ബൈ ബോൾട്ട് ആൻഡ് ക്ലാമ്പ്. ബോൾട്ടുകളുടെയും ക്ലാമ്പുകളുടെയും സഹായത്തോടു കൂടി വളരെ ഫേംലി ആയിട്ട് നമുക്ക് അവിടെ വർക്കിനെ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിജിഡായിട്ട് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനെ നമ്മൾ സഹായിക്കുന്നതാണ് സ്ലോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്നാൽ സൈൻ ബാറുകളിൽ ഇത്തരത്തിലുള്ള ഹോളുകളും സ്ലോട്ടുകളും ഇടാറുണ്ട്. സൈൻ ബാറുകളിൽ ഹോളുകളും സ്ലോട്ടുകളും ഇടാറുണ്ട്. എന്തിനാണ്? ഇതേ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാം. സൈൻ ബാറുകളിൽ ഇത്തരത്തിൽ സ്ലോട്ടുകൾ ഹോളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ മെഷർമെന്റ് ലെങ്ത് സ്റ്റാൻഡേർഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു വൺ ഈസ് ലൈൻ സ്റ്റാൻഡേർഡ്, അതർ ഈസ് ഏതായിരിക്കും? സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്ത് വേഗം പോകുന്നത്. വേഗം പറഞ്ഞ ഉത്തരം. അപ്പൊ അത്തരത്തിൽ എല്ലാവരും കണ്ടവരെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ്. ലൈൻ സ്റ്റാൻഡേർഡും എൻഡ് സ്റ്റാൻഡേർഡുമാണ് പ്രധാനമായിട്ടും ലീനിയർ മെഷർമെന്റിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, മറ്റൊരു ചോദ്യം വേഗം പോയേ. വാട്ട് ഈസ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം? ബ്രിട്ടീഷ് സിസ്റ്റത്തിനകത്ത് സ്റ്റീൽ റൂളിന്റെ ആക്യുറസി എത്രയാണ്? വേഗം പറഞ്ഞു. ബ്രിട്ടീഷ് സിസ്റ്റത്തിനകത്ത് സ്റ്റീൽ റൂളിന്റെ ആക്യുറസി 1/64 ഇഞ്ച്. 1/64 ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ സാധാരണ 0.5 mm പറയാറുണ്ട് അല്ലെ. മെട്രിക്കിനകത്ത് 0.5 mm പറയാറുണ്ട്. ഇഞ്ചസിലേക്ക് വരുമ്പോൾ 1/64 ഇഞ്ച്. മറ്റു ചോദ്യം, വാട്ട് ഈസ് ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ ഫോർ 10 mm ലെങ്ത് അല്ലെങ്കിൽ 1 cm ലെങ്തിനകത്ത് ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി എത്രയാണ്? വേഗം പറഞ്ഞു. ദാറ്റ് ഈസ് 0.002 mm. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, 0.002 mm. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ജെന്നി കാലിപ്പർ? ജെന്നി കാലിപ്പറിന്റെ മറ്റൊരു പേരെന്താണ്? ജെന്നി കാലിപ്പറിന്റെ മറ്റൊരു പേരാണ് ഓഡ് ലെഗ് കാലിപ്പർ അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ. ഓഡ് ലെഗ് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ, ജെന്നി കാലിപ്പർ, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. മറ്റു ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ സ്ട്രെയിറ്റ്നെസ് ഫ്ലാറ്റ്നെസ് ഓഫ് പ്ലെയിൻ സർഫസ്? പ്ലെയിൻ സർഫസിന്റെ സ്ട്രെയിറ്റ്നെസ്സും ഫ്ലാറ്റ്നെസ്സും ഒക്കെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? യെസ്, ഉത്തരം എന്താ വരിക? യെസ്, റൈറ്റ് ആൻസർ സ്ട്രെയിറ്റ് എഡ്ജുകളാണ് നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഫ്ലാറ്റ്നെസ്സും അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിറ്റ്നെസ്സും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. മറ്റു ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ സെന്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ്? സിലിണ്ടറിക്കൽ ജോബിന്റെ ഒക്കെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സെന്റർ ഹെഡ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് സെന്റർ ഹെഡ് അല്ലെ. ഇത്തരത്തിൽ സെന്റർ ഹെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, ഓപ്ഷൻ എ ആണ് ഉത്തരം, സെന്റർ ഹെഡ്. ഓക്കെ, അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള നമ്മളുടെ ഏരിയയിൽ നിന്നും നമ്മുടെ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഹൗ മെനി മിനിറ്റ്സ് ആർ ഇൻ 1 ഡിഗ്രി? ഒരു ഡിഗ്രിയിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു ഡിഗ്രിയിൽ എത്ര മിനിറ്റുകൾ ഉണ്ട്? യെസ്, 60 മിനിറ്റ്സ് ഉണ്ടല്ലേ. 60 മിനിറ്റ്സ്. ഓക്കെ, ഫൈൻ. അപ്പോ അത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഓപ്ഷൻ സി ആണ് ഉത്തരം, 60 മിനിറ്റ്സ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ് ഇൻ FPS സിസ്റ്റം? ഫൂട്ട് പൗണ്ട് സിസ്റ്റത്തിനകത്ത് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് FPS. അതിനകത്ത് എന്താണ് മാസിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, റൈറ്റ് ആൻസർ ഈസ് പൗണ്ട്. ഓപ്ഷൻ സി, പൗണ്ട്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ്. സ്പിരിറ്റ് ലെവല് സ്ട്രെയിറ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ചൂടെ? ഇല്ല, സ്ട്രെയിറ്റ്നെസ്സിന് നമുക്ക് ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അത് ആ ലൈൻ കറക്റ്റ് ആണോ എന്നുള്ളത് എന്താണ് ഇത്തരത്തിൽ സ്ട്രെയിറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാറുണ്ടോ? നമ്മളിപ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ചു. ഈ ലൈൻ ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ഓട്ടോ കൊളിമീറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ ആണോ? ജെയ്സൽ. ഓക്കെ, അപ്പൊ സ്പിരിറ്റ് ലെവൽ നമുക്ക് പ്രധാനമായിട്ടും ലെവൽസ് അതിനകത്ത് പേരിനകത്ത് ഉണ്ടല്ലോ, ലെവലുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് കൃത്യമാണോ, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണോ, അപ്പം ഫ്ലാറ്റ് ചരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് വേരിയേഷൻ കാണിക്കും. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകൾ നമ്മൾ ഇത്തരത്തിൽ സ്പിരിറ്റ് ലെവൽ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലേ. ഓക്കെ, അപ്പൊ അത് അല്പം ചരിഞ്ഞാണെങ്കിൽ തന്നെയും സർഫസിനകത്ത് നമ്മൾ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ചോദ്യം ഏതായിരുന്നു?
ഓക്കെ ഫൈൻ. ഇൻസ്ട്രുമെന്റ് യൂസ് ടു ടെസ്റ്റിംഗ് സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഫ്ലാറ്റ്നെസ്. ഓക്കെ, സ്റ്റീൽ റൂള് അതെല്ലാം അറിയാം. വെർണിയർ കാലിപ്പർ അതെല്ലാം അറിയാം. സ്പിരിറ്റ് ലെവലും സ്ട്രേറ്റ് എഡ്ജ് ആയിരിക്കും ഒരു പക്ഷേ കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. സോ സ്പിരിറ്റ് ലെവൽ ഇത്തരത്തിൽ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്ട്രേറ്റ്നെസ്സിലേക്ക് നമ്മൾ വരില്ല. അപ്പോൾ അത് സ്ട്രേറ്റ് എഡ്ജുകളാണ്. അല്ലെങ്കിൽ സ്ട്രേറ്റ്നെസ്സും ഫ്ലാറ്റ്നെസ്സും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ഓട്ടോ കൊളിമേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, കുറച്ചുകൂടെ പ്രിസൈസ് ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലാറ്റ്നെസ്സും സ്ട്രേറ്റ്നെസ്സും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ജെയ്സലിന് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Okay, which is the smallest unit of work done in CG system? Centimeter, gram, second, ഏറ്റവും smallest unit of, okay. Yes, right answer is erg. ഓർത്തിരിക്കാം, erg ആണ്. ഇത്തരത്തിൽ ഒരു ജൂൾ എന്ന് പറയുന്നത് 10 raised to എത്രയാണ്? ഒരു ജൂൾ എന്ന് പറയുന്നത് 10 raised to എത്ര erg ആണ്? 10 raised to എത്ര erg ആണ്? ഒരു ജൂൾ എന്ന് പറയുന്നത് 10 raised to 5 ആണോ ഐശ്വര്യ? ഒരു ജൂൾ എന്ന് പറയുന്നത് 10 raised to 7 ആണ് കേട്ടോ. 10 raised to 7 ആണ്. അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10 raised to 7 erg ആണ് കേട്ടോ. 10 raised to 7 ആണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ് വർക്ക് ഡൺ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ തന്നെയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് erg ആണ് CGS സിസ്റ്റത്തിനകത്തുള്ള അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ 1 ജൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത് 10 raised to 7 erg. ഓർത്തിരിക്കാം. പിന്നീട് ഓർത്തിരിക്കേണ്ടത് CGS സിസ്റ്റത്തിനകത്ത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ്. സോ ഡൈൻ, DYNE എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ്. സാധാരണ മെട്രിക്കിനകത്ത് നമ്മൾ സാധാരണ ന്യൂട്ടൺ പറയാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? CGS സിസ്റ്റത്തിനകത്ത് അത് ഡൈൻ ആണ്. ഡൈൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻ. ബേസിക് ചോദ്യമാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ അത് എന്തായിരിക്കും? ഇത്തരത്തിൽ CGS സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡൈൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നാൽ മതിയാകും. സോ 1 ജൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ മീറ്റർ, ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ആണ്. അത് CGS സിസ്റ്റത്തിലേക്ക് എർഗിലേക്ക് വരുന്ന സമയത്ത് 1 erg ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടന് പകരം ഡൈൻ ആയി. 1 ഡൈൻ ഇൻറ്റു 1 സെന്റിമീറ്റർ ആയി. ദാറ്റ് ഈസ് CGS ആണ്. സോ സെന്റിമീറ്റർ ആണ്. സോ കറസ്പോണ്ടിങ് സെന്റിമീറ്റർ. പിന്നീട് നമ്മളത് എന്താണ് ഈ പറയുന്ന ന്യൂട്ടൺ ദാറ്റ് ഈസ് അതിലേക്ക് മാറ്റുന്ന സമയത്ത് ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 raised to 5 ഡൈൻ ഇൻറ്റു 10 raised to 2 സെന്റിമീറ്ററിലേക്ക് വരും. സോ ടോട്ടൽ 10 raised to 5 ഇൻറ്റു 10 raised to 2 എന്ന് പറയുമ്പോൾ 10 raised to 7 ആണ് എർഗ് കറസ്പോണ്ടിങ് 1 ജൂൾ ആയിട്ട് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ ബേസിക് യൂണിറ്റ് ആസ് പെർ ഇൻ സിസ്റ്റം ഇന്റർനാഷണൽ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താണ്? ഡിഗ്രി സെന്റിഗ്രേഡ്, ഫാരൻഹൈറ്റ്, കെൽവിൻ, ജൂൾ. യെസ്, റൈറ്റ് ആൻസർ ഈസ് കെൽവിൻ. സംശയമൊന്നും വേണ്ട, കെൽവിൻ ആണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സിസ്റ്റം SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ സി, കെൽവിൻ. ഓപ്ഷൻ സി, കെൽവിൻ. മറ്റു ചോദ്യം, 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് mm. 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് mm. യെസ്, റൈറ്റ് ആൻസർ 0.001 mm. അപ്പോൾ അത്തരത്തിൽ 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 0.001 mm ആണ് അല്ലെ? ഇസ് റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ ഓർത്തിരുന്നാൽ മതി, 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 0.001 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1 mm എന്ന് പറയുന്നത് 1000 മൈക്രോൺസ് ആണ്. 1 mm എന്ന് പറയുന്നത് 1000 മൈക്രോൺസ് ആണ്. മറ്റു ചോദ്യം, 1 മൈൽ. ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണ്? 1 മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണ്? 10, 16, 8, 12. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ശ്രദ്ധിച്ചേ, 1 മൈൽ, ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ സി, 8 ഫർലോങ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ മറ്റൊരു ചോദ്യം, 1 യാർഡ്. ഒരു യാർഡ് എന്ന് പറയുന്നത് എത്ര അടിയാണ്? എത്ര ഫീറ്റ് ആണ്? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 3 അടിയാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. 3 ഫീറ്റ് ആണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ? ഇത്തരത്തിൽ 1 ഇഞ്ച് റെപ്രസെന്റ് ചെയ്യുന്ന 1 ഇഞ്ച് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകും. 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 2.54 സെന്റിമീറ്റർ ആണ് വരുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലാണ് 1 ഇഞ്ച് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ 1 ഇഞ്ച് അങ്ങനെ 12 ഇഞ്ച് എന്ന് പറയുന്നത് 12 ഇഞ്ച് എന്ന് പറയുന്നതാണ് 1 അടി. 1 ഫൂട്ട് എന്ന് പറയുന്നുണ്ടാവുക അല്ലെ? 12 ഇഞ്ച് ചേരുമ്പോഴാണ് 1 ഫൂട്ട്. അങ്ങനെ 3 ഫീറ്റുകൾ ചേരുമ്പോൾ 3 ഫീറ്റ് ആണ് ഒരു യാർഡ് എന്ന് പറയുന്നുണ്ടാവുക. അങ്ങനെ 220 യാർഡ് ആണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത്. 220 യാർഡ് ആണ് ഒരു ഫർലോങ്. അങ്ങനെ 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്. 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്.
അപ്പൊ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ ഇന്ത്യൻ സിസ്റ്റം ഇന്റർനാഷണൽ. SI യൂണിറ്റ് പ്രകാരം ബേസ് ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇഞ്ച്, ഏതായിരിക്കും? The base unit of length as per the system international. Yes, right answer is meter. Meter ആണ് കേട്ടോ, മീറ്റർ ആണ്. അപ്പൊ നോക്കി, ലെങ്ത് മീറ്റർ, എം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, മാസ് കിലോഗ്രാം, kg വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, ടൈം സെക്കൻഡ്, എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, കറണ്ട് അല്ലെ, കറണ്ട് ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്, എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ നമ്മൾ കണ്ടു, സിസ്റ്റം SI യൂണിറ്റ് കെൽവിൻ, കെ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്, MOL എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ലുമിനസ് ഇന്റൻസിറ്റി കാൻഡ്ല, CD വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. CD വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. യൂണിറ്റും സിമ്പലും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. മറ്റു ചോദ്യം, സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത് സ്പ്രിംഗ് സ്റ്റീൽ, stainless steel, both A and B, high speed steel. Yes, yes, right answer is both A and B. Yes, നമുക്കറിയാം സ്റ്റീൽ റൂളുകൾ ലീനിയർ മെഷർമെന്റിന് യൂസ് ചെയ്യുന്നു. 1/64 ഇഞ്ച് അല്ലെങ്കിൽ 0.5 mm ആണ് ലിസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ആക്യുറസി. സോ മെയ്ഡ് അപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. യെസ്, ബോത്ത് A and B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോ സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ 150 mm അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരടി, 60 സെന്റിമീറ്റർ ഒക്കെ അവൈലബിൾ ആണ്. 0.5 mm അല്ലെങ്കിൽ 1/64 ഇഞ്ചാണ് അക്യുറസി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ബുദ്ധിമുട്ട്, അവിടെ ഉണ്ടാകുന്ന പാരലൽ ആക്സ് എറർ. കൃത്യമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂസിന് വേരിയേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. സോ പാരലൽ ആക്സ് എറർ അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് ബേസിക്. മറ്റു ചോദ്യം, ദ തിക്നെസ് ഓഫ് നാരോ സ്റ്റീൽ റൂൾ ഈസ് അപ്രോക്സിമേറ്റ്ലി. നാരോ സ്റ്റീൽ റൂളിന്റെ തിക്നെസ് എത്രയാണ്? 6 mm, 5 mm, 8 mm, 2 mm. യെസ്, 5 mm. ഓപ്ഷൻ ഡി 2 mm. അപ്പൊ ശ്രദ്ധിച്ചേ, തിക്നെസ് ഓഫ് നാരോ സ്റ്റീൽ റൂൾ, തിക്നെസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 mm ആണ്, വിഡ്ത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 mm ആണ്. ഓക്കെ, സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, 2 mm അല്ലെ. സോ നോക്കി, കറസ്പോണ്ടിങ് വിഡ്ത്ത് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അവിടെ 5 mm വരുന്നുണ്ടാകും. തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 mm വരുന്നുണ്ടാകും. സോ നാരോ സ്റ്റീൽ ചോദ്യം മറ്റു രീതിയിൽ കണ്ടിട്ടുള്ളത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചത് എവിടെ യൂസ് ചെയ്യുന്നു? ഡെപ്ത് ഓഫ് മെഷർ ടു ഡെപ്ത് ഓഫ് കീ വേസ്, ഡെപ്ത് ഓഫ് സ്മോൾ ഡയ, ബ്ലൈൻഡ് ഹോൾസ് ഓഫ് ജോബ് വെയർ ഓർഡിനറി സ്റ്റീൽ റൂൾ കനോട്ട് റീച്ച്. അർത്ഥത്തിൽ സാധാരണ സ്റ്റീൽ റൂൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ, ബ്ലൈൻഡ് ഹോളുകൾ അല്ലെങ്കിൽ സ്മോളർ ഡയമീറ്ററിലുള്ള ഹോളുകൾ, കീ വേസിൽ, അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും നാരോ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. അതിന്റെ തിക്നെസ് 2 mm ആണ്, വിഡ്ത്ത് 5 mm ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിഡ്ത്ത് ഓഫ് സ്റ്റീൽ റൂൾ വിത്ത് tapered end. Steel rule with the tapered end at the end portion is dash. Yes, end portion ഉള്ള വാല്യൂ ഇത് 2 ഇഞ്ച് ആണ്, 2 ഇഞ്ച്. ഓക്കെ, ഫൈൻ. അപ്പോ നോക്കി, ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, എൻഡ് പോർഷനിൽ നമുക്കറിയാം 1/8 ഇഞ്ച് ആണ്, 1/8 ഇഞ്ച് ആണ്. ഓക്കെ, ഫൈൻ. ഇവിടെ വരെ ഹാഫ് ഇഞ്ച് ആയിരിക്കും, ഹാഫ് ഇഞ്ച് വരുന്നുണ്ടാവും. ഇവിടെ വരുമ്പം 1/8 ഇഞ്ച് ആയിട്ട് മാറുന്നുണ്ടാവും. ഫൈൻ. അപ്പോ വിഡ്ത്ത് ഓഫ് സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്, സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡ് പോർഷനിൽ അതിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/8 ഇഞ്ച് ആണ്. അതല്ല, അതിന്റെ നോർമൽ അപ് ടു 2 ഇഞ്ച് വരെ, 2 ഇഞ്ച് മുതലാണ് വേരിയേഷൻ വരുന്നുണ്ടാവുക. 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് 2 ഇഞ്ച് മുതൽ അങ്ങോട്ട് നമുക്ക് അത് ഹാഫ് ഇഞ്ചായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും വിഡ്ത്ത്. സോ അത് ഓർത്തിരിക്കാം. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The rule has tapered from half inch width at a 2 inch graduation to 1/8 inch width at the end. അല്ലെ, ഇവിടെ 1/8 ഇഞ്ച് ആയിരിക്കും, ഓർത്തിരിക്കാം. ചോദ്യം, ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. ഓക്കെ, യെസ്, റൈറ്റ് ആൻസർ. ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള സ്റ്റീൽ റൂൾ ആണ്.
ഇപ്പൊ നാരോ സ്റ്റീൽ റൂഡ് കണ്ടു. ഓക്കെ, സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ്. ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് 5 സ്മോൾ റൂൾ, അല്ലെ, ഇത്തരത്തിൽ 5 ചെറിയ റൂളുകളാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 1, 2, 3, 4, 5 അല്ലെ 5 റൂളുകൾ നമുക്ക് ഇതിനൊരു ഹോൾഡർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹോൾഡർ എന്ന് പറയുന്നത്. ആ ഹോൾഡർ വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന 5 ചെറിയ ചെറിയ റൂളുകളാണ്. അതിനകത്ത് 1/4 ഇഞ്ച് ഉണ്ടാവും, 1/4 ഇഞ്ച് ഉണ്ടാകും, 3/8 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, അങ്ങനെ ഇത്തരത്തിലുള്ള 5 റൂളുകളാണ് അവിടെ ഉണ്ടാവുക. അത്ര ഇഞ്ചസിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദി സെറ്റ് ഓഫ് 5 സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ, ഇത്തരത്തിൽ ഹോൾഡറിന്റെ സഹായത്തോടെ എവിടെ യൂസ് ചെയ്യുന്നു ശ്രദ്ധിക്കുക. അതായത് ചിലപ്പോൾ ചോദ്യം വരുന്നുണ്ട്. യൂസ് suitably ഫോർ മെഷറിംഗ് ഗ്രൂവ്സ്, ഷോർട്ട് ഷോൾഡേഴ്സ്, റിസസ്, കീവേസ് എക്സെട്ര. മെഷീനിങ് ഓപ്പറേഷൻ ഓൺ ഷേപ്പർ, മില്ലർ ആൻഡ് ടൂൾ ആൻഡ് ഡൈ വർക്ക്. ഇത്തരത്തിൽ ഷേപ്പർ, മില്ലർ, ടൂൾ ആൻഡ് ഡൈ വർക്കുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ റിസസ്, ഗ്രൂവ്സ്, കീവേസ് ഒക്കെ അവിടെ സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. മറ്റു ചോദ്യം, ദ ടൂൾ യൂസ്ഡ് ടു മെഷർ ദ ലെങ്ത് ഇൻ ഫോർജിംഗ് ഷോപ്പ്. ഫോർജിംഗ് ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർജിംഗ് ഷോപ്പിൽ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ബ്രാസ് റൂൾ. ബ്രാസ് റൂൾ. സോ ഫോർജിംഗ് ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രാസ് റൂൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. മറ്റു ചോദ്യം, ദ സർഫസ് ഓഫ് ദ ജോബ് ഓർ വർക്ക് പീസ് ഈസ് കോട്ടഡ് വിത്ത് മീഡിയം ടു ഷോ ദ മാർക്ക്ഡ് ലൈൻ ക്ലിയർ ആൻഡ് വിസിബിൾ. ദ സർഫസ് ഓഫ് ദ ജോബ് ഓർ വർക്ക് പീസ് ഈസ് കോട്ടഡ് വിത്ത് എ മീഡിയം. അത് എന്ത് മീഡിയം എന്നുള്ളതാണ് ചോദ്യം. ടു ഷോ ദ മാർക്ക്ഡ് ലൈൻ ക്ലിയർ ആൻഡ് വിസിബിൾ. പെയിന്റ്, മാർക്കിംഗ് മീഡിയ, സ്ക്രൈബർ, പഞ്ച്. യെസ്, റൈറ്റ് ആൻസർ ഈസ് മാർക്കിംഗ് മീഡിയ. മാർക്കിംഗ് മീഡിയ ആണ്, അല്ലെ, മാർക്കിംഗ് മീഡിയ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മാർക്കിംഗ് മീഡിയ തന്നെയാണ് നമ്മുടെ ജോബിന്റെ ഒക്കെ സർഫസിൽ കൃത്യമായിട്ട് ലൈൻസുകൾ വിസിബിൾ ആവാനും ക്ലിയർ ആവാനും, മാർക്കിംഗ് ലൈനുകൾ വിസിബിൾ ആവാനും ക്ലിയർ ആവാനും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോട്ടിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് മാർക്കിംഗ് മീഡിയ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വൈറ്റ് വാഷ്. നമുക്കറിയാം പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് വാഷ്. നമ്മളെല്ലാം ലാബിൽ യൂസ് ചെയ്തിട്ടുമുണ്ട്. വൈറ്റ് വാഷ് ഇസ് എ മാർക്കിംഗ് മീഡിയ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് വൈറ്റ് ലെഡ് പൗഡർ വിത്ത് ഡാഷ്. വൈറ്റ് ലെഡ് പൗഡറും മറ്റൊന്നും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ നിർമ്മിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചോക്ക് വെള്ളത്തിൽ മുക്കിയിട്ടാണ് നമ്മൾ സാധാരണയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെ, അതായത് ചോക്ക് വിത്ത് വാട്ടർ. അതാണ് ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ സി മിഥൈലേറ്റഡ് സ്പിരിറ്റ്. ഐശ്വര്യ, അനീഷ്. ഓപ്ഷൻ ബി ടർപ്പൻറ്റൈൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ടർപ്പൻറ്റൈൻ. ടർപ്പൻറ്റൈനും ലെഡും വൈറ്റ് ലെഡൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് വാഷ് കിട്ടും. അപ്പോൾ വൈറ്റ് വാഷ് കിട്ടാൻ 3 മെത്തേഡാണുള്ളത്. ചോക്ക് പൗഡർ വിത്ത് വാട്ടർ. നമ്മൾ സാധാരണ ചോക്ക് പൗഡറും വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ഒരുപക്ഷെ ഇതായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് ചോക്ക് മിക്സ്ഡ് വിത്ത് മിഥൈലേറ്റഡ് സ്പിരിറ്റ്. ചോക്ക് മിക്സ്ഡ് വിത്ത് മിഥൈലേറ്റഡ് സ്പിരിറ്റ്. പിന്നീടുള്ളത് വൈറ്റ് ലെഡ് പൗഡർ മിക്സ്ഡ് വിത്ത് ടർപ്പൻറ്റൈൻ. ഈ 3 മെത്തേഡും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാറുണ്ട്? വൈറ്റ് വാഷ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ വൈറ്റ് വാഷ് ഈസ് പ്രിപ്പയർഡ് ഇൻ 3 ways, അല്ലെ, 3 വേയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ വൈറ്റ് ലെഡ് പൗഡർ വിത്ത് ടർപ്പൻറ്റൈൻ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ചോക്ക് പൗഡർ അല്ലെങ്കിൽ ചോക്ക് മിക്സ്ഡ് വിത്ത് മിഥൈലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ അത് രണ്ടും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മെത്തേഡ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിനോടൊപ്പം യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ്? പ്രഷ്യൻ ബ്ലൂ, വൈറ്റ് വാഷ്, സെല്ലുലോസ് ലാക്കർ, കോപ്പർ സൾഫേറ്റ്. യെസ്, ഓപ്ഷൻ ഡി തന്നെയാണ്, കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിനൊപ്പമാണ് നമ്മൾ നൈട്രിക് ആസിഡ്, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ. സോ the solution is prepared by mixing copper sulfate, water and a few drops of nitric acid. ഇത്തരത്തിൽ കോപ്പർ സൾഫേറ്റിനൊപ്പമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ഏതാണ്? കൊമേഴ്ഷ്യലി അവൈലബിൾ ഏതായിരിക്കും? കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആൻസർ സെല്ലുലോസ് ലാക്കർ. ഇതൊക്കെ ഓരോ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം. മാർക്കിംഗ് മീഡിയ എന്നുള്ള ടോപ്പിക് ക്ലിയർ ആക്കി പോവുക. സോ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് സെല്ലുലോസ് ലാക്കർ ആണ്. അപ്പൊ കോപ്പർ സൾഫേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം, വൈറ്റ് വാഷുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നമ്മൾ കണ്ടു. മറ്റു ചോദ്യം, വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഓൺ റഫ് ഫോർജിംഗ് ആൻഡ് കാസ്റ്റിംഗ്സ്
with oxidized surface? ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി വൈറ്റ് വാഷ്. വൈറ്റ് വാഷ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിൽ റഫ് കാസ്റ്റിംഗിൽ, ഫോർജിങ്ങിൽ, വളരെ അതായത് പ്രിസിഷൻ നമുക്ക് ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് വാഷ് ആണ് അല്ലേ. സോ വൈറ്റ് വാഷ് ഈസ് അപ്ലൈഡ് ഓൺ ടു റഫ് ഫോർജിങ് കാസ്റ്റിംഗ്സ് വിത്ത് ഓക്സിഡൈസ്ഡ് സർഫസ്. ഓക്കെ, വൈറ്റ് വാഷ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ വർക്ക് പീസ് ഓഫ് ഹൈ ആക്യുറസി. ഹൈ ആക്യുറസി വേണ്ടുന്നിടത്ത് റെക്കമെൻഡ് ചെയ്യാറില്ല. പ്രഷ്യൻ ബ്ലൂവും കോപ്പർ സൾഫേറ്റും നമ്മൾ എവിടെ യൂസ് ചെയ്യാറ്? ഫയൽ ചെയ്തിട്ടുള്ളതും മെഷീൻഡ് ആയിട്ടുള്ള സർഫസുകളിലുമാണ് അല്ലെ. മെഷീൻ അതായത് വളരെ സ്മൂത്ത് സർഫസുകളിലാണ് പ്രഷ്യൻ ബ്ലൂവും കോപ്പർ സൾഫേറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മറ്റേ ചോദ്യം, ദ പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ ഈസ്, ദ പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ ഈസ് 12 to 15, 4 to 8, 8 to 12, 2 to 4. യെസ്. അപ്പോ 10 to 20 നമുക്ക് കുഴപ്പമില്ല. 10 to 20 നമ്മൾ സാധാരണ ഇപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ 12 to 15 നമ്മളുടെ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. സോ അത് ഓർത്തിരുന്നാൽ മതി. ഈ റീസെന്റ് ആയിട്ടുള്ള എക്സാമിന്, അതായത് ഷീറ്റ് മെറ്റലിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ 10 to 20 നമ്മൾ സ്ക്രൈബർ കാണിക്കാറുണ്ട്. അപ്പോൾ 12 to 15 നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഓർത്തിരിക്കാം. 12 to 15 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. സ്ക്രൈബറിന്റെ ഒക്കെ പോയിന്റ് ആംഗിൾ 12 to 15 തന്നെ ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. 10 to 20 നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ഫൈൻ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, വിച്ച് മാർക്കിംഗ് മീഡിയ ഗീവ് വെരി ക്ലിയർ ലൈൻ ബട്ട് ടേക്സ് മോർ ടൈം ഫോർ ഡ്രൈയിങ് ദാൻ അതർ മാർക്കിംഗ് മീഡിയ? ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഈസ് പ്രഷ്യൻ ബ്ലൂ അല്ലെ. പ്രഷ്യൻ ബ്ലൂവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്ന് മെഷീൻഡ് സർഫസിൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫയൽഡ് സർഫസിൽ യൂസ് ചെയ്യുന്നു. പക്ഷെ വളരെ നല്ല ക്ലിയർ ലൈനുകൾ കിട്ടും. പക്ഷെ ഇച്ചിരി സമയം എടുക്കും ഒന്ന് ഉണങ്ങി കിട്ടാൻ അല്ലെ. ഒന്ന് ഡ്രൈ ആവാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ഫയൽഡ് ഓർ മെഷീൻഡ് ഫിനിഷ്ഡ് സർഫസ് ആണ്. ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം അല്ലെ കമ്പയർഡ് ടു അതർ മാർക്കിംഗ് മീഡിയ ഫോർ ഡ്രൈയിങ്. ഇത്തരത്തിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. വളരെ ക്ലിയർ ലൈൻ നമുക്ക് കിട്ടും. മറ്റു ചോദ്യം, വിച്ച് മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഇൻ ഫയൽഡ് ഓർ മെഷീൻഡ് സർഫസ് ആൻഡ് ഇറ്റ് ഈസ് പോയിസണസ്? പോയിസണസ് ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഈസ് കോപ്പർ സൾഫേറ്റ് അല്ലെ. പോയിസണസ് ആയിട്ടുള്ളത്, പോയിസൺ ആയിട്ടുള്ള വിഷാംശമുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഇപ്പൊ കോപ്പർ സൾഫേറ്റുമായി ബന്ധപ്പെട്ട് നോക്കി, നമ്മൾ നേരത്തെ കണ്ടു നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ട്. നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കോപ്പർ സൾഫേറ്റിലാണ്. ഫയൽഡ് അല്ലെങ്കിൽ മെഷീൻഡ് സർഫസിൽ യൂസ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റും പ്രഷ്യൻ ബ്ലൂവും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ സർഫസിലൊക്കെ, ഫിനിഷ്ഡ് സർഫസിലൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്കായിട്ട് ആ ഒരു മീഡിയം ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പോയിസണസ് ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോപ്പർ സൾഫേറ്റ് മാർക്കിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മാർക്കിംഗ് മീഡിയ ഏകദേശം കഴിഞ്ഞു. മറ്റൊരു ചോദ്യം, മറ്റൊരു ടോപ്പിക്കാണ്. ദ ടൂൾ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. ട്രാൻസ്ഫറിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ, ഡിവൈഡർ, ചിഹ്ന കാലിപ്പർ. യെസ്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഉത്തരം ഡയറക്റ്റ് കിട്ടും അല്ലെ. യെസ്, ഓപ്ഷൻ ഡി, സോറി ഓപ്ഷൻ സി, ഡിവൈഡർ ആണ് അല്ലെ. ഡിവൈഡർ. സോ ഡിവൈഡർ അല്ലേ. ഓപ്ഷൻ സി, ഡി, ജെന്നി കാലിപ്പർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പോ നമ്മളുടെ സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസും അതുപോലെ ട്രാൻസ്ഫറിങ്ങിനൊക്കെ നമ്മൾ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഡിവൈഡർ തന്നെയാണ്. ഓർത്തിരിക്കാം. ഡിവൈഡർ ആർ യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾസ്, ആർക്ക് ആൻഡ് ട്രാൻസ്ഫറിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ് അല്ലെ. ഇത്തരത്തിൽ ആർക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസുകൾ സ്റ്റെപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റേ ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ റീഷാർപ്പൻഡ് ഡിവൈഡർ പോയിന്റ്? ഡിവൈഡർ പോയിന്റ് റീഷാർപ്പൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഗ്രൈൻഡർ, സ്ക്രാപ്പർ, ഫയൽ, ഓയിൽ സ്റ്റോൺ. ഏതായിരിക്കും? യെസ്, സംശയം വേണ്ട, ഓയിൽ സ്റ്റോൺ ആണ്. ഓയിൽ സ്റ്റോൺ. യെസ്, ഓപ്ഷൻ ഡി, ഓയിൽ സ്റ്റോൺ. മറ്റു ചോദ്യം, ദ സൈസ് ഓഫ് ഡിവൈഡർ റേഞ്ചസ് ഫ്രം. ഡിവൈഡറിന്റെ സൈസ് റേഞ്ച് എത്രയാണ്? യെസ്, ഡിവൈഡറിന്റെ റേഞ്ച് 50 mm to 200 mm അല്ലെ. സംശയം വേണ്ട, 50 mm to 200 mm ആണ് സൈസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഈ സൈസ് ഉദ്ദേശിക്കുന്നതാണ് ഇവിടം വരാണ് കേട്ടോ. ഈ പറയുന്ന
ആ ഒരു പോയിന്റ് മുതൽ നമ്മളുടെ ആ ഒരു ഫൽക്രത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സെന്റർ വരെയാണ് നമ്മൾ ആ ഒരു സൈസ് എന്ന് പറയുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ഫോർ കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് സീറ്റിംഗ് ഓഫ് ഡിവൈഡർ പോയിന്റ് prick punch mark of dash are used. ഡിവൈഡർ പോയിന്റ് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ prick punch യൂസ് ചെയ്യുന്നു. prick punchന്റെ ആംഗിൾ എത്രയാണ്? യെസ്, prick punch having 30 ഡിഗ്രി അല്ലെ, 30 ഡിഗ്രി. യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ദ ഷാർപ്പനിങ് ഓഫ് ഡിവൈഡർ പോയിന്റ് ബൈ ഗ്രൈൻഡിങ് വീൽ മേക്ക് ദ പോയിന്റ് ഡാഷ്. ഗ്രൈൻഡിങ് വീലിന്റെ ഗ്രൈൻഡിങ് വീലാണ് കേട്ടോ. ഗ്രൈൻഡിങ് വീലിന്റെ സഹായത്തോടു കൂടി നമ്മൾ അത് ഷാർപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഹാർഡ് ആവുന്നു, സോഫ്റ്റ് ആവുന്നു, വീക്ക് ആവുന്നു, ബ്രിട്ടിൽ ആവുന്നു. യെസ്, നമ്മൾ ഈ ഡിവൈഡറിന്റെ ഒക്കെ പോയിന്റ് ഗ്രൈൻഡിങ് വീലിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഷാർപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആവും. സോറി, ഹാർഡ് അല്ല കേട്ടോ, സോഫ്റ്റ് ആവും. ശ്രദ്ധിക്കാം, സോഫ്റ്റ് ആവും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. മറ്റേ ചോദ്യം, ഹൗ ദ ഡിവൈഡേഴ്സ് ആർ സ്പെസിഫൈഡ്. ഡിവൈഡർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ജോയിന്റ് ആൻഡ് ലെഗ്, ജോയിന്റ് ആൻഡ് ലെങ്ത്, ഒൺലി ലെഗ്, ഒൺലി ലെങ്ത്. ഏതായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക? യെസ്, അപ്പൊ ഇവിടെ ഡിവൈഡറുമായി ബന്ധപ്പെട്ട് അതിന്റെ ജോയിന്റ് സ്പ്രിംഗ് ജോയിന്റ് ആണോ ഫേം ജോയിന്റ് ആണോ അങ്ങനെ ഉണ്ടാവും. പിന്നീട് അതിന്റെ ലെങ്ത് 50 to 200 എന്നുള്ള നിലയിൽ അതിന്റെ ലെങ്തും സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരമായിട്ട് വരിക അല്ലെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഗിവൻ ബിലോ. തന്നിരിക്കുന്നതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണ്? അപ്പൊ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ സ്റ്റീൽ റൂള്, ഓപ്ഷൻ ബി വെർണിയർ കാലിപ്പർ, ഓപ്ഷൻ സി ഡിവൈഡർ, ഓപ്ഷൻ ഡി നിക്കൽ സ്റ്റീൽ. ഓക്കെ, അത് വിട്ടേക്കാം. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഡിവൈഡർ അല്ലെ. ഡിവൈഡർ ആണ് നമ്മളുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ബാക്കിയൊക്കെ ഡയറക്റ്റ് റീഡിംഗ് നമുക്ക് കിട്ടും. മറ്റൊരു ചോദ്യം, ജെന്നി കാലിപ്പർ വിത്ത് ബെൻഡ് ലെഗ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലൈൻസ് പാരലൽ along an inside edge, along the outer edge, both A and B, perpendicular to outer edge. ഡിവൈഡർ മെഷർമെന്റ് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ എവിടെയാണ് ചോദ്യം വന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെ, ഇത്തരത്തിൽ നമുക്ക് ആ ഒരു മെഷർമെന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിവൈഡറിൽ എടുത്തതിന് ശേഷം ആ പോയിന്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റീൽ റൂളിന്റെ സഹായത്തോടു കൂടി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർമെന്റ് ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് റീഡിംഗ് കിട്ടത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. നമ്മൾ പറഞ്ഞു വന്ന എവിടെയായിരുന്നു? ഇവിടെ അല്ലേ. ഓക്കെ ഫൈൻ. ജെന്നി കാലിപ്പർ വിത്ത് ബെൻഡ് ലെഗ് ആർ യൂസ്ഡ് ഫോർ, എന്തായിരുന്നു ഉത്തരം വരിക? യെസ്, ഓപ്ഷൻ എ. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചേ, ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് അല്ലെ. ജെന്നി കാലിപ്പർ വിത്ത് ബെൻഡ് ലെഗ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലൈൻസ് പാരലൽ അലോങ് ദ ഇൻസൈഡ് എഡ്ജ്. റൈറ്റ് ആൻസർ ആണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. അപ്പോ എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പ്രധാനമായിട്ടും ബെൻഡ് ലെഗും ഉണ്ട്, ഹീലും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇതാണ് ഹീൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഹീൽ ടൈപ്പ്. ഇതാണ് ബെൻഡ് ലെഗ് ടൈപ്പ്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹീൽ ടൈപ്പും ഉണ്ട്, ബെൻഡ് ലെഗ് ടൈപ്പും ഉണ്ട്. അപ്പൊ ബെൻഡ് ലെഗ് ടൈപ്പ് നമ്മൾ ഈ പറഞ്ഞ ഇൻസൈഡ് എഡ്ജുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നുണ്ടാവുക. ബെൻഡ് ലെഗ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് എഡ്ജുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ റെഫറൻസ് എടുക്കുന്നുണ്ടാവുക. സോ ഇതാണ് അതിന്റെ വ്യത്യാസം. മനീഷ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാലിപ്പർ വിത്ത് ബെൻഡ് ലെഗ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലൈൻസ് പാരലൽ അലോങ് ദ ഇൻസൈഡ് എഡ്ജ് ആൻഡ് ഹീൽ ടൈപ്പ് is used for drawing parallel lines along the outer edge. So ഈ രണ്ട് പോയിന്റ് ഓർത്താൽ മതി. സോ ജെന്നി കാലിപ്പറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹീൽ ടൈപ്പ് ഉണ്ട്, ബെൻഡ് ലെഗ് ടൈപ്പ് ഉണ്ട്. ബെൻഡ് ലെഗ് ആണെങ്കിൽ അത് ഇൻസൈഡ് എഡ്ജിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്നു. ഹീൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഈ സംഗതി നമ്മളുടെ ആ ഒരു ഔട്ടർ എഡ്ജിലേക്ക് റെഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് പാരലൽ ലൈൻസ് വരയ്ക്കുന്നുണ്ടാവും. ഓക്കെ ഫൈൻ, അതാണ് ഓർത്തുന്നാൽ മതി. സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ. മറ്റൊരു ചോദ്യം, which caliper provides fine adjustment of dimension. ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന കാലിപ്പർ ഏതാണ്? ഇൻസൈഡ്, ജെന്നി, ഫേം ജോയിന്റ്, സ്പ്രിംഗ് ജോയിന്റ്. യെസ്,
ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി തന്നെയാണ്, സ്പ്രിംഗ് ജോയിന്റ് അല്ലെ. സ്പ്രിംഗ് ജോയിന്റ് ആകുമ്പോൾ നമുക്ക് വളരെ ഫൈൻ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ജെന്നി. ജെന്നി കാലിപ്പറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാരലൽ ടു ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. സോ അത് നമുക്കറിയാം, കറക്റ്റ് ആണ്. അനദർ നെയിം ഓഫ് ദിസ് കാലിപ്പർ ഈസ് ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ. ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പർ, ഹെർമാഫ്രോഡൈറ്റ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണ്. ജെന്നി കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ സെന്റർ ഓഫ് റൗണ്ട് ബാർ. റൗണ്ട് ബാറിന്റെ ഒക്കെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് എന്ത് തന്നെയാണ്? അത് കറക്റ്റ് ആണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ്. ഒന്നും കറക്റ്റ് ആണ് അല്ലെ, ഒന്നും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. ഓൾ ഓഫ് ദി അബോവ് കറക്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം. ഓക്കെ, ഫൈൻ. അതൊരു ചോദ്യം. മറ്റൊരു അതർ നെയിം ഓഫ് ജെന്നി കാലിപ്പർ. ജെന്നി കാലിപ്പറിന്റെ മറ്റൊരു പേരെന്താണ്? യെസ്, ഓപ്ഷൻ സി, സംശയമൊന്നും വേണ്ട, ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ അല്ലെ. ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ, ഓഡ് ലെഗ് കാലിപ്പർ അല്ലെ. അപ്പോ ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ, ജെന്നി കാലിപ്പർ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, സർഫസ് പ്ലേറ്റ് ആർ ജനറലി മെയ്ഡ് ഓഫ് സ്ട്രെസ് റിലീവ്ഡ് ഡാഷ്. സ്പ്രിംഗ് സ്റ്റീല്, പിഗ് അയൺ, കാസ്റ്റ് അയൺ, നിക്കൽ സ്റ്റീല്. യെസ്, സർഫസ് പ്ലേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രെസ് റിലീവ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. സോ സർഫസ് പ്ലേറ്റ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റം സർഫസ്. ഒരു ഡാറ്റം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർഫസ് ആണ് സർഫസ് പ്ലേറ്റ് ഇവിടെ മെഷീൻ ഷോപ്പുകളിലൊക്കെ. ഓക്കെ, ദ സർഫസ് പ്ലേറ്റ് ജനറലി മേഡ് അപ്പ് ഓഫ് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ, which are stress relieved to prevent distortion. Okay, fine. മറ്റു ചോദ്യം, the cast iron surface plate are covered in Indian standard number. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ എത്രയാണ് കാസ്റ്റ് അയൺ പ്ലേറ്റുകൾ കവർ ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ എ, IS 2285. IS 2285 തന്നെയാണ് ഉത്തരമായിട്ട് വരിക. സോ അവിടെ ശ്രദ്ധിച്ചാൽ മതി, IS 2285. ഓക്കെ, അപ്പോ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവും അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഗ്രേഡ് അല്ലെ. ലെങ്ത്, ബ്രെഡ്ത്ത് അതിന്റെ ഗ്രേഡ് ആണ്. സോ ഇവിടെ ഗ്രേഡ് 1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എൻഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ലൈൻ സ്റ്റാൻഡേർഡും ഉണ്ട്, എൻഡ് സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പൊ എൻഡ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രൊവൈഡ് ഹൈ ആക്യുറസി കമ്പയർഡ് ടു ലൈൻ സ്റ്റാൻഡേർഡ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൈ ആക്യുറസി കമ്പയർഡ് ടു ലൈൻ സ്റ്റാൻഡേർഡ്. ലൈൻ സ്റ്റാൻഡേർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്യുറസി കൂടുതലാണ്. സോ നമുക്ക് പറയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ടൈം കൺസ്യൂമിങ് ടു യൂസ് ഓവർ ലൈൻ സ്റ്റാൻഡേർഡ്. അപ്പോ എൻഡ് സ്റ്റാൻഡേർഡിന് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറ് ഇപ്പം സ്ലിപ്പ് ഗേജ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലെ. കുറച്ച് സമയം നമുക്ക് എടുക്കും. സോ ടൈം കൺസംഷൻ കൂടുതലാണ്. ടൈം കൺസ്യൂമിങ് ടു യൂസ് ഓവർ ദ ലൈൻ സ്റ്റാൻഡേർഡോ. രണ്ടാമത്തതും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 3, യൂസ്ഡ് ഫോർ ഓൺലി 1 dimension അറ്റ് എ ടൈം അല്ലെ. ഒരു ഡയമെൻഷന് വേണ്ടി മാത്രമേ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതും കറക്റ്റ് ആണ്. They are subjected to parallax effect. So they are subjected to parallax effect. Parallax effect ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ലൈൻ സ്റ്റാൻഡേർഡിലാണ് പാരലാക്സ് എഫക്ട് വരുന്നുണ്ടാവാം. സോ എൻഡ് സ്റ്റാൻഡേർഡിൽ പാരലാക്സ് ഇഫക്റ്റ് ഉണ്ടാവില്ല. സോ 1, 2, 3 കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, അപ്പോ ലൈൻ സ്റ്റാൻഡേർഡും എൻഡ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. യെസ്, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലൈൻ സ്റ്റാൻഡേർഡ് ഡു നോട്ട് പ്രൊവൈഡ് ഹൈ ആക്യുറസി. ലൈൻ സ്റ്റാൻഡേർഡ് ആക്യുറസി അത്ര പോരാ അല്ലെ. എന്നാൽ എൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ലൈൻ സ്റ്റാൻഡേർഡ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം സ്റ്റീൽ റൂള് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. സ്റ്റീൽ റൂള്. എൻഡ് സ്റ്റാൻഡേർഡ് മനസ്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലിപ്പ് ഗേജ്. ഓക്കെ, സ്ലിപ്പ് ഗേജ് കൊണ്ടുവരിക. എൻഡ് സ്റ്റാൻഡേർഡ് ആർ മോർ സ്യൂട്ടഡ് ടു ആക്യുറസി റിക്വയർമെന്റ് ഓഫ് ഹൈ ഓർഡർ. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ലിപ്പ് ഗേജ് നമ്മൾ സാധാരണ സൈൻ ബാറുകളോട് കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. സൈൻ ബാറിനോടൊപ്പം സ്ലിപ്പ് ഗേജ് യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ കുറച്ചുകൂടെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളിലാണ് യൂസ് ചെയ്യുന്നത്, ആക്യുറസി കൂടുതലായിരിക്കും. പിന്നീട് നോക്കിയ സ്റ്റീൽ അല്ലെങ്കിൽ ലൈൻ സ്റ്റാൻഡ് ഈ ക്വിക്ക് ആൻഡ് ഈസി ടു യൂസ് ഓവർ എ വൈഡ് റേഞ്ച് അല്ലെ, പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്ലിപ്പ് ഗേജുകൾ കുറച്ച് സമയം എടുക്കും, അത് 1 ഡയമെൻഷൻ അറ്റ് എ ടൈം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. They are not subjected to wear and tear, that is significant wear leading to undersize. ഇത്തരത്തിൽ അവിടെ എന്താണ് ഈ wear and tear അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എൻഡ് ഗേജിൽ എന്താണ് ഇത്തരത്തിൽ സബ്ജക്ട് ടു wear and tear അല്ലെ, ഇത്തരത്തിൽ മെഷറിംഗ് ഫേസിൽ wear and tear ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് പാരലാക്സ് ഇഫക്റ്റ് ആണ്, എവിടെ ഉണ്ടാകും? ലൈൻ സ്റ്റാൻഡേർഡിൽ പാരലാക്സ് ഇഫക്റ്റ് ഉണ്ടാകും, എന്നാൽ സ്ലിപ്പ് ഗേജുകൾ അല്ലെങ്കിൽ എൻഡ് സ്റ്റാൻഡേർഡുകളിൽ പാരലാക്സ് ഇഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ അത് ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള 4 പോയിന്റുകൾ. മറ്റൊരു ചോദ്യം, when the bench vise is not in use, bench vise is not in use, bring the jaw lightly gap. നമുക്ക് ആ ജോ ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ടുഗദർ വിത്ത് പ്ലേസ് ദ ഹാൻഡിൽ ഇൻ ഡാഷ്. ഹാൻഡിൽ എങ്ങനെയാണ്? ആംഗുലർ പൊസിഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ പൊസിഷൻ, ക്രോമിയം. ഓക്കെ, വിട്ടേര് എന്തായിരിക്കും? യെസ്, വെർട്ടിക്കൽ പൊസിഷൻ. ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. വെർട്ടിക്കൽ പൊസിഷൻ ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വൈസ് ക്ലാമ്പ് ആർ മെയ്ഡ് വിത്ത് അലൂമിനിയം, കാസ്റ്റ് അയൺ, ബ്രാസ്, കാസ്റ്റ് സ്റ്റീൽ. യെസ്, വൈസ് ക്ലാംസ് ആർ മെയ്ഡ് വിത്ത് അലൂമിനിയം. അലൂമിനിയം റൈറ്റ് ആൻസർ ആണ്, അലൂമിനിയം ആണ്. അപ്പൊ ഇത്തരത്തിൽ വൈസ് ക്ലാമ്പുകൾ നമ്മൾ പൊതുവെ സർഫസ് ഫിനിഷ് വർക്ക് പീസ് അല്ലെങ്കിൽ വർക്ക് പീസിന്റെ ഒക്കെ സർഫസ് ഫിനിഷ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാമേജസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാമ്പ് വെക്കുക. അതിനകത്തായിരിക്കും നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് നമ്മൾ ആ ഒരു ക്ലാമ്പ്, വൈസ് ക്ലാമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ജോയുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. മേഡപ്പ് ഓഫ് അലൂമിനിയം അല്ലെ. ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ വർക്ക് സർഫസ് ഫ്രം ഡാമേജ്. അപ്പോൾ വർക്ക് സർഫസ് ഡാമേജ് ആവുന്നതിൽ നിന്നും തടയുന്നു അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്? സ്മോൾ ഡയമീറ്റർ ജോബ് ഹാവിങ് എ സ്മോൾ കൊള്ളറ്റ് ചക്ക് ഉണ്ടാകും, വളരെ ചെറിയ ഡയമീറ്റർ ജോബ് ഹോൾഡ് ചെയ്യുന്നു. One end and it carries set of jaws which are operated by turning the handle. ഹാൻഡിൽ തിരിച്ചുകൊണ്ട് ജോ ഓപ്പറേറ്റ് ചെയ്യുന്നു. കൊള്ളറ്റ് ചക്ക് കൊണ്ട് വളരെ ചെറിയ ഡയമീറ്ററുള്ള വർക്ക് പീസുകൾ ഹോൾഡ് ചെയ്യുന്നു. ഏത് വൈസ് ആണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വൈസ്, ഓപ്ഷൻ ബി പിൻ വൈസ്, ഓപ്ഷൻ സി ടൂൾ മേക്കേഴ്സ് വൈസ്, ഓപ്ഷൻ ഡി ബെഞ്ച് വൈസ്. ഏതായിരിക്കും ഉത്തരം വരിക? ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് പിൻ വൈസ് ആണ് അല്ലെ. പിൻ വൈസ് ആണ് ഉത്തരമായിട്ട് വരിക. പിൻ വൈസ് ഈസ് യൂസ്ഡ് ഫോർ holding small diameter job. It consists of handle and a small collet chuck at one end. The chuck carries a set of jaw which are operated by turning the handle. Okay, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ ചെറിയ ഡയമീറ്റർ ജോബുകൾ ഹോൾഡ് ചെയ്യുന്നു, ഒരു ചെറിയ കൊള്ളറ്റ് ചക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനകത്ത് തന്നെ സെറ്റ് ഓഫ് ജോ ഉണ്ടാകും. ആ ജോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹാൻഡിൽ തിരിച്ചിട്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പിൻ വൈസ് എന്ന് പറയുന്നത്. മറ്റേ ചോദ്യം, ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ. ഏതായിരിക്കും? യെസ്, ടൂൾ മേക്കേഴ്സ് വൈസ്. ശ്രദ്ധിച്ചേ, ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ അല്ലെ. ഇതിൽ മൈൽഡ് സ്റ്റീൽ അല്ലേ നിർമ്മിക്കുന്നുണ്ടാവുക? യെസ്, റൈറ്റ് ആൻസർ ഈസ് മൈൽഡ് സ്റ്റീൽ. ക്ലിയർ അല്ലേ? ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവുക ടൂൾ മേക്കേഴ്സ് വൈസ്. ഓക്കെ, സോ ഓപ്ഷൻ ടി ലോ കാർബൺ സ്റ്റീൽ ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക.
So toolmakers vice is used for holding small work that requires filing and drilling and for marking of small diameter jobs on a surface plate. Mild steel കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. Toolmakers vice accuracy വളരെ കൂടുതലായിരിക്കും. Accurately machined ആണ് കേട്ടോ. മറ്റൊരു ചോദ്യം, the size of vice is specified by weight of jaw, length of jaw, material of the jaw, width of the jaw. Okay, right answer is width of the jaw. അല്ലെ, സംശയമൊന്നും വേണ്ട, ഇതൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. width of the jaw. Okay, fine. Anyway, ബെഞ്ച് വൈസ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് വൈസ് എന്നറിയപ്പെടുന്നു, പാരലൽ ജോ വൈസ് എന്നറിയപ്പെടുന്നു. width of the jaw ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം, previous year question, which vice is used for holding small work that requires filing or drilling? Which vice is used for holding small work that requires filing or drilling? Yes, option A pin vice, option B pipe vice, option D hand vice, option D toolmakers vice. So the right answer is that's the right answer is option D toolmakers vice തന്നെയാണ്. option D toolmakers vice ആണ് ട്ടോ. Okay, fine. So ഇതാണ് നമ്മുടെ toolmakers vice. Toolmakers vice is used for holding small work which require filing or drilling. So direct question ആണ്. direct question തന്നെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ filing or drilling ആണല്ലേ. Okay, fine. അപ്പോൾ made up of mild steel. Okay, fine. മറ്റൊരു ചോദ്യം, name the vice that a blacksmith uses most often. ബ്ലാക്ക് യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ്? യെസ്, ബ്ലാക്ക് യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ്? ലെഗ് വൈസ് ആണ്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി, ലെഗ് വൈസ് ആണ് ഉത്തരം. സോ ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന വൈസ് ആണ് ലെഗ് വൈസ്. സോ ലെഗ് വൈസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഫോർജിങ് വർക്കുകൾ ബ്ലാക്ക് യൂസ് ചെയ്യാൻ ലെഗ് വൈസ് ചെയ്തത് കാണുന്നതാണ്. സോ അവിടെ ഇത്തരത്തിൽ ലൈൻ കോൺടാക്ട് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറസ്പോണ്ട് ടു ദ ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ? ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി എത്രയായിരുന്നു? വേഗം പറഞ്ഞേ. യെസ്, 0.002 mm per 10 mm ലെങ്ത് ആണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ട്രൈ സ്ക്വയർ ആർ മെയ്ഡ് അപ്പ് ഓഫ് hardened steel, cast iron, wrought iron, stainless steel. Yes. Okay, right answer is option A, hardened steel ആണല്ലേ. ട്രൈ സ്ക്വയർ ആർ മെയ്ഡ് അപ്പ് ഓഫ് hardened steel ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആണ്. സോ മെയിനായിട്ടും ബ്ലേഡും അതിന്റെ സ്റ്റോക്കും ഉണ്ട്. സോ ബ്ലേഡിന്റെ ലെങ്ത് ആണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.002 mm per 10 mm ലെങ്ത് ആണ്. ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ്, മെഷറിംഗ് അല്ല, ചെക്ക് സ്ക്വയർനെസ്, ഫ്ലാറ്റ്നെസ്, അതുപോലെ തന്നെ ചെക്കിങ് 90 ഡിഗ്രി അല്ലെ. ഇത്തരത്തിൽ മെഷർമെന്റ് അല്ല എന്നുള്ള ഓർത്തുന്നാൽ മതി, ചെക്ക് ചെയ്യാന്നുണ്ടാവും അല്ലെ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ചൂസ് എ കാലിപ്പർ വിച്ച് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ സ്ക്രൈബിംഗ് ലൈൻ പാരലൽ ടു ദ എഡ്ജ് ഓഫ് ദ വർക്ക്. ഏതായിരിക്കും? ചൂസ് എ കാലിപ്പർ വിച്ച് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ for scribing lines parallel to the edge of work. Option A, odd leg. Option B, outside spring caliper. Option C, transfer caliper. Option D, inside spring caliper. The right answer is odd leg. Odd leg caliper അല്ലെങ്കിൽ hermaphrodite Jenny caliper തന്നെയാണ്. മറ്റൊരു ചോദ്യം, what is the other name of bench vice? bench vice ന്റെ മറ്റൊരു പേര് എന്താണ്? engineers vice, toolmakers vice, hand vice, clicker release vice. സംശയമൊന്നും വേണ്ട, എഞ്ചിനീയേഴ്സ് വൈസ് തന്നെയാണ്. എഞ്ചിനീയേഴ്സ് വൈസ് ആണ് ബെഞ്ച് വൈസ് എന്നറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ റിവെറ്റിംഗ് പർപ്പസ്? ഹാമറുമായി ബന്ധപ്പെട്ട ചോദ്യം, റിവെറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണ്? ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ, ബോൾ പീൻ, സ്ലെഡ്ജ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോൾ പീൻ ഹാമർ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? റിവെറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടാവുക. റിവെറ്റിംഗ് പർപ്പസ്. സോ റിവെറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ബോൾ പീൻ ഹാമർ ആണ്. മറ്റൊരു ചോദ്യം, bench vice is made up of cast steel, cast iron, both A and B, wrought iron. Bench vice is made up of ഏതായിരിക്കും? bench vice is made up of option A, cast steel.
യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി. കാസ്റ്റ് സ്റ്റീലും കാസ്റ്റ് അയണും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചു, ബെഞ്ച് വൈസ് ഇസ് മേഡ് അപ്പ് ഓഫ് ബോത്ത് കാസ്റ്റ് അയൺ ആൻഡ് കാസ്റ്റ് സ്റ്റീൽ കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് സെന്റർ ഓഫ് ഹോൾ? ഹോളിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പഞ്ച് ഏതാ? സംശയമൊന്നും വേണ്ട, സെന്റർ പഞ്ച് ആണ്. സെന്റർ പഞ്ച് ആംഗിൾ 90 ഡിഗ്രി. പ്രിക് പഞ്ച് 30 ഡിഗ്രി ആണ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഡോട്ട് പഞ്ച് 60 ഡിഗ്രി. ഓക്കെ, ഫൈൻ. അപ്പൊ ഓർത്തിരുന്നാൽ മതി, ഇവിടെ ഉത്തരം സി ആണ്. മറ്റൊരു ചോദ്യം, ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച് എത്രയായിരുന്നു? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഡോട്ട് പഞ്ച് എന്താ? ഡോട്ട് പഞ്ചിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ സംശയമൊന്നും വേണ്ട, 60 ഡിഗ്രി. 60 ഡിഗ്രി, റൈറ്റ് ആൻസർ 60 ഡിഗ്രി. അപ്പോ പ്രിക് പഞ്ച് ബേസിക്കലി പ്രിക് പഞ്ച് തന്നെയാണ്. പ്രിക് പഞ്ച് വിത്ത് 60 ഡിഗ്രി ആംഗിൾ ആണ് ഡോട്ട് പഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ബേസിക്കലി പ്രിക് പഞ്ച് തന്നെയാണ്. പ്രിക് പഞ്ച് ഹാവിംഗ് 60 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ബേസിക്കലി പ്രിക് പഞ്ച് തന്നെയാണ്. സോ പ്രിക് പഞ്ചിന്റെ ആംഗിൾ 30 ഡിഗ്രിയും 60 ഡിഗ്രി അവൈലബിൾ ആണ്. പ്രിക് പഞ്ച് ഹാവിംഗ് 30 ആൻഡ് 60. 30 ഡിഗ്രി പ്രിക് പഞ്ചിന് പ്രിക് പഞ്ച് തന്നെ പറയുന്നുണ്ട്. ഇനി 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അത് ഓർത്തുന്നാൽ മതി. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് സെന്റർ പഞ്ച്? സെന്റർ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? യെസ്, 90 ഡിഗ്രി ആണ്. സെന്റർ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ 90 ഡിഗ്രി. മറ്റൊരു ചോദ്യം, ഫ്രം ദ ബിലോ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് വൺ റിഗാർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാമർ. ഹാമറിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഹാമറിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ഹെഡ്, സൈസ് ഓഫ് ഫേസ്, ലെങ്ത് ഓഫ് ഹാൻഡിൽ, ഷേപ്പ് ഓഫ് പീൻ. യെസ്, റൈറ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഷേപ്പ് ഓഫ് പീൻ. ഷേപ്പ് ഓഫ് ക്രോസ് പീന്, സ്ട്രൈറ്റ് പീന്, അല്ലെങ്കിൽ ബോൾ പീൻ ഹാമർ, അങ്ങനെ നിരവധി ഹാമറുകളുണ്ട്. സോ ഷേപ്പ് ഓഫ് പീനെ ബന്ധപ്പെട്ടാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. മറ്റൊരു ചോദ്യം, ഹാമർ ഈസ് യൂസ്ഡ് to spread metal in one direction at right angle to the line of striking. Yes, hammer is used to spread the metal in one direction at a right angle to the line of striking. Yes, right answer is option A, straight pin hammer. Okay, fine. അപ്പോ along the direction ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വിളിക്കാം, ദാറ്റ് ഈസ് ക്രോസ് പീൻ ആണ്. സോ ഫൈൻ. ബോൾ പീൻ ഹാമറുകൾ നമുക്കറിയാം റിവെറ്റിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നു. ബോൾ പീൻ ഹാമർ. ക്രോസ് പീൻ ഹാമർ ഉണ്ട്. സോ ക്രോസ് പീൻ ഹാമർ എന്ന് പറഞ്ഞാൽ along the direction ഓഫ് നമുക്കതിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും, മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇൻ വൺ ഡയറക്ഷൻ, ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ഡയറക്ഷനിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. സ്ട്രൈറ്റ് പീൻ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ആണ് സ്ട്രൈറ്റ് പീന്. സ്ലെഡ്ജ് ഹാമർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് ഉള്ള വലിയ ഹാമർ ആണ്. ഹെവി ഫോർജിങ് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഏകദേശം 9-10 കിലോ ഒക്കെ ഭാരം വരുന്നതാണ് സ്ലെഡ്ജ് ഹാമർ എന്ന് പറയുന്നുണ്ടാവുക. മറ്റു ചോദ്യം, വെയിറ്റ് ഓഫ് ഹാമർ ഇസ് സ്റ്റാമ്പ്ഡ് ഓൺ. വെയിറ്റ് ഓഫ് ഹാമർ, ഹാമറിന്റെ വെയിറ്റ്, കമ്പനിയുടെ പേര്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റാമ്പ് ചെയ്യുന്ന എവിടെയാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാവുക എവിടെയാ? യെസ്, ഓപ്ഷൻ സി, ചീക്ക്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് അല്ലെ, ഹാർഡൻ ചെയ്യാത്ത ഒരു ഹാമറിന്റെ ഹെഡില് ഹാർഡൻ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് ചീക്കാണ്. സോ അവിടെ ആയിരിക്കും സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവുക. സോ മിഡിൽ പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് ആണ് ചീക്ക് എന്ന് പറയുന്നുണ്ടാവുക. വെയിറ്റ് ഓഫ് ദ ഹാമർ ഇസ് സ്റ്റാമ്പ്ഡ് ഹിയർ. പോർഷൻ ഹാമർ ഹെഡ് ഇസ് ലെഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും ചീക്ക് തന്നെയാണ്. പോയിന്റ് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഫ്രം വിച്ച് മെറ്റീരിയൽ ഹാമർ ഈസ് മെയ്ഡ്? എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഹാമർ നിർമ്മിച്ചിട്ടുണ്ടാവുക? കാസ്റ്റ് അയൺ, മൈൽഡ് സ്റ്റീൽ, റോട്ട് അയൺ, ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ. യെസ്, ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ ആണ്. ഓപ്ഷൻ ഡി ആണ്, ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, യെസ്, ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. മറ്റൊരു ചോദ്യം, ദ വെയിറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാമർ നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. വെയിറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാമർ നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. യെസ്, റൈറ്റ് ആൻസർ ഈസ് 250 ഗ്രാം ആണ്. 250 ഗ്രാം ആയിട്ടുള്ള ഹാമറുകളാണ് മാർക്കിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞു, വെയിറ്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദ പീൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. വെയിറ്റ് വേരീസ് ഫ്രം 125 grams to 750 gram റേഞ്ച് വരുന്നുണ്ടാകും. എഞ്ചിനീയേഴ്സ് ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസസ് 250 gram ആണ് വെയിറ്റ് വരുന്നുണ്ടാവുക. ഓക്കെ,
അപ്പോൾ അത്തരത്തിൽ സാധാരണഗതിയിൽ ഫിറ്റിംഗ് ഷോപ്പിലും മറ്റ് ജനറൽ വർക്ക്ഷോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക ബോൾ പീൻ ഹാമറുകൾ കേട്ടോ. ഇത്രയും പോയിന്റുകൾ അത്യാവശ്യം ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, മാർക്കിംഗ് ഓഫ് ടേബിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്രാനൈറ്റ്, കാസ്റ്റ് അയൺ, ബോത്ത് എ ആൻഡ് ബി, ക്രോമിയം അയൺ. യെസ്, റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോത്ത് എ ആൻഡ് ബി അല്ലെ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വിച്ച് സ്ക്രൈബർ ഈസ് യൂസ്ഡ് അലോങ് വിത്ത് വെർനിയർ ഹൈറ്റ് ഗേജ്. വെർനിയർ ഹൈറ്റ് ഗേജിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൈബർ ഏതാണ്? ഓഫ്സെറ്റ്, പ്ലെയിന്, ബെൻഡ്, ലൈൻ സ്ക്രൈബർ. യെസ്, അനീഷ് കറക്റ്റ് ആണ്. ശരിയാ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഓഫ്സെറ്റ് സ്ക്രൈബർ ആണ് ഉത്തരം അല്ലെ, ഓഫ്സെറ്റ് സ്ക്രൈബർ. അപ്പോൾ ഇത്തരത്തിലുള്ള, ഇതിപ്പം സ്ട്രേറ്റ് സ്ക്രൈബർ ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ സ്ക്രൈബർ ഉണ്ട്. പ്ലെയിൻ സ്ക്രൈബർ അല്ലെങ്കിൽ ഓഫ്സെറ്റ് സ്ക്രൈബർ നമ്മൾ ഇത്തരത്തിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ എന്താണ് നോർമലി ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഓഫ്സെറ്റ് സ്ക്രൈബർ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടൊന്ന് ഓർത്തിരിക്കാം കേട്ടോ. അങ്ങനെ എടുത്ത് പറയുന്നുണ്ട് അവര്, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പോ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡ്രോയിങ് ക്ലിയർ ലൈൻസ്, ഷാർപ്പ് ലൈൻ ഫീൽഡ് വിത്ത് മെഷീൻ്റെ സർഫസ്. ഓക്കെ ഫൈൻ. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. സോറി, ഇത് സ്ക്രൈബറുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. സ്ക്രൈബർ ഹൈ കാർബൺ സ്റ്റീൽ ആണ്. ബെൻഡ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ സ്ക്രൈബറും ഓഫ്സെറ്റ് സ്ക്രൈബറും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യം, വിച്ച് ഗ്രേഡ് ഓഫ് പാരലൽ ബ്ലോക്ക് is used for general machine shop work? Which grade of parallel block is used for general machine shop work? Grade A, grade B, grade C, grade D. Yes, right answer is option B, grade B. അപ്പം ഗ്രേഡ് ബി ടൈപ്പ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ പാരലൽ ബ്ലോക്ക് എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പാരലൽ ബ്ലോക്ക് ഡിസിഗ്നേഷൻ ചെയ്യുന്നത് IS കോഡ് 4241 ഓർത്തിരിക്കാം. ഇത്തരത്തിലുള്ള പാരലൽ ബ്ലോക്കുകൾ നമ്മൾ പാക്ക് ഫില്ലിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ടൂളുകളൊക്കെ അല്ലെങ്കിൽ വർക്കുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. വൈസിനോടൊപ്പം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിൽ എന്താണ് സോളിഡ് പാരലൽസ്, അഡ്ജസ്റ്റബിൾ പാരലും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ 4241 IS 4241 ആണ് കറസ്പോണ്ടിങ് അതിന്റെ ഡെസിഗ്നേഷൻ IS കോഡ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ഹൈറ്റ് റേഞ്ച് ഓഫ് അഡ്ജസ്റ്റബിൾ പാരലൽ ഫോർ എ ലെങ്ത് ഓഫ് 100 mm. അഡ്ജസ്റ്റബിൾ പാരലൽ ഫോർ എ ലെങ്ത് ഓഫ് 100 mm. യെസ്, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ദാറ്റ് ഈസ് 40 to 50 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, 40 to 50. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ അഡ്ജസ്റ്റബിൾ പാരലൽ ബ്ലോക്കുകളാണിത്. അപ്പൊ അഡ്ജസ്റ്റബിൾ പാരലൽ ബ്ലോക്കിന്റെ ഹൈറ്റിന്റെ റേഞ്ച് 40 to 50 mm എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറസ്പോണ്ടിങ് 100 mm ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വൺ ഈസ് എ ലെങ്ത്. സോ മാക്സിമം ലെങ്ത് 100 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് എ ഹൈറ്റ് ഓഫ് റേഞ്ച് 40 to 50. 40 to 50 ആണ് നമുക്ക് റേഞ്ച്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് അതിന്റെ ടേബിൾ ആണ്. സോ ആ ടേബിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അത്യാവശ്യം ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് കോമ്പിനേഷൻ സെറ്റ്. കോമ്പിനേഷൻ സെറ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏത്? കോമ്പിനേഷൻ സെറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലേ ഔട്ട് വർക്ക്. അത് കറക്റ്റ് ആണോ? ലേ ഔട്ട് വർക്കിന് യൂസ് ചെയ്യുന്നുണ്ടോ? യെസ്, കറക്റ്റ് ആണ്. ഇന്റർചേഞ്ചബിൾ ഹെഡ് ആർ പ്രസന്റ് ഇൻ ദ കോമ്പിനേഷൻ സെറ്റ്. കറക്റ്റ് ആണോ? ഇന്റർചേഞ്ചബിൾ ഹെഡ്, സെന്റർ ഹെഡ്, അതുപോലെ തന്നെ എന്താണ് മാർക്കിംഗ്, ഇത്തരത്തിലുള്ള 3 ഹെഡുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, പ്ലസ് സ്റ്റീൽ റൂള്. അപ്പൊ കറക്റ്റ് ആണ്. പിന്നീട് ക്യാൻ ബി യൂസ്ഡ് ഇൻ മെറ്റൽ വർക്കിംഗ്. കറക്റ്റ് ആണ്. സ്ക്വയറിംഗ് ഹെഡ് ഈസ് പെർമനന്റ്ലി ഫിക്സ്ഡ് ഓൺ ദ സ്കെയിൽ. അങ്ങനെയാണോ? അല്ല, ഇത്തരത്തിൽ സ്ക്വയറിംഗ് ഹെഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവബിൾ ആണ് അല്ലെ. സോ അത് ആണ് ഓപ്ഷൻ ഡി ആണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി, യെസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, സെന്റർ ഹെഡ്, നമ്മൾ നേരത്തെ സെന്റർ ഹെഡ് ആണ് റൗണ്ട് മെറ്റലുകളുടെ അല്ലെങ്കിൽ റൗണ്ട് റോഡുകളുടെ ഒക്കെ സെന്റർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സെന്റർ ഹെഡ് കണ്ടു. അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ടോപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഇത്രയാണ് നമ്മൾ ടോപ്പിക്. എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സർഫസ് പ്ലേറ്റ്, വൈസ്, ആംഗിൾ പ്ലേറ്റ്, ട്രൈ സ്ക്വയർ, കോമ്പിനേഷൻ സെറ്റ്, മാർക്കിംഗ് ബ്ലോക്ക്, സ്റ്റീൽ റൂള്, മാർക്കിംഗ് മീഡിയ, കാലിപ്പർ, ഡിവൈഡേഴ്സ്, മാർക്കിംഗ് പഞ്ചസ്, സ്ക്രൈബർ, ഹാമർ, മാർക്കിംഗ് ഓഫ് ടേബിൾ, സർഫസ് പ്ലേറ്റ് അല്ലെ. സോ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ ഫൈൻ. സോ അടുത്ത ക്ലാസ്സിൽ മറ്റു 2 ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.